വളരെ പ്രാർത്ഥനയോടെ ഇന്ന് ഈ രാത്രിയിൽ കർത്താവിനെ കാത്തിരിക്കണം. എൻ്റെ ഉള്ളത്തിൽ ആത്മാവ് തന്ന ഒരു ദൂതുണ്ട്. അതിൻ്റെ ഗൗരവത്തോടെ, അതിൻ്റെ മഹിമ ഒട്ടും ചോരാതെ ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പ്രസ്താവിപ്പാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഞാൻ പരിശുദ്ധാത്മാവിനോട് യാചിക്കുകയാണ്. എത്ര പേര് സന്തോഷത്തോടെ കർത്താവിനെ കാത്തിരിക്കുന്നുണ്ട്? വായിച്ച വാക്യത്തിൽ തൊട്ട് ദൂതൻ്റെ ഗൗരവത്തിലേക്ക് എത്താം. ശിമോൻ പത്രോസ് കർത്താവിനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ ആ വാക്യം പിന്നെയും ആവർത്തിച്ച് പറയുന്നു. ശിമോൻ പത്രോസ് യേശു കർത്താവിനോട്, അങ്ങ് എവിടെയാണ് പോകുന്നത്, നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് യേശു സ്ഥലപ്പേര് പറഞ്ഞില്ല. ഞാൻ ഇന്നയിടത്ത് പോകുന്നു. നമ്മുടെ ഭാഷയിൽ ട്രിവാൻഡ്രത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞേച്ച് ഞാൻ ഇന്നടത്ത് പോകുന്നു എന്ന് പറയുന്നത് പോലെ യേശു ആ പോകുന്ന പ്ലേസിനെ കുറിച്ച് പറയുന്നില്ല, ആ സ്ഥലത്തെക്കുറിച്ച് യേശു മിണ്ടുന്നില്ല. പക്ഷെ യേശു ഒരു കാര്യം പറയുന്നു, ഞാൻ എങ്ങോട്ടാണോ പോകുന്നത്, ഞാൻ ഏത് ഏരിയയിലോട്ടാണോ എൻ്റർ ചെയ്യുന്നത്, ഞാൻ കയറിപ്പോകുന്ന ആ സോൺ ഏതാണോ ആ സ്ഥലത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിപ്പാൻ കഴിയത്തില്ല. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനകത്ത് ഇന്ന് രാത്രി ആഴമായി കയറണം. ഞാനിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല. എന്നാൽ എനിക്ക് ആ ഏരിയയിൽ പോകാതിരിക്കാനും കഴിയത്തില്ല. നിങ്ങൾ എത്ര പേര് കേൾക്കുന്നു? ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ഞാനൊരു ഏരിയയിലേക്ക് പ്രവേശിക്കുകയാണ്, ഞാനൊരു സ്ഥലത്തേക്ക് പോകുകയാണ്. ആ സ്ഥലം ഏതാണോ ആ സ്ഥലത്തേക്ക് നിനക്കിപ്പോൾ എൻ്റെ കൂടെ എന്നെ അനുഗമിപ്പാൻ നിനക്ക് കഴിയത്തില്ല. എന്നിട്ട് യേശു കർത്താവ് ഒരു പ്രതീക്ഷ അവനോട് പത്രോസിനോട് പറഞ്ഞു, എന്നാൽ നീ പിന്നത്തേതിൽ അവിടെ വരും. ഞാനിപ്പോൾ പോകുന്ന ഏരിയ ഏതാണോ അവിടെ നീ പിന്നത്തേതിൽ വരും. ഇത് യേശു പറഞ്ഞത് സത്യത്തിൽ ഈ പത്രോസിന് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം കർത്താവിനോട് തിരിച്ചു ചോദിച്ച ചോദ്യമാ, പ്രാണൻ കൂടെ വെച്ച് തരാൻ എനിക്ക് ഒരുക്കമാണല്ലോ, പിന്നെ എനിക്ക് വന്നു കൂടാത്തത് എന്താണ്? ഈ ലോകത്തിൽ ഒരു മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രശ്നം മരണമാണ്. ഒരാളെ 2 പ്രാവശ്യം കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അങ്ങേ അറ്റത്തെ പ്രശ്നം മരണമാണ്. എന്നോടൊപ്പം ഉണ്ടായിരിക്കുമല്ലേ? പിന്നെന്തുകൊണ്ടാ നിനക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണല്ലോ, പിന്നെന്തുകൊണ്ടാ എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റാത്തത്? യേശു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഇന്ന് കോഴി കൂവണമെങ്കിൽ നീ എന്നെ തള്ളണം. ഇതെല്ലാം കൂടെ ഈ മനുഷ്യൻ എത്ര ശ്രമിച്ചിട്ടും ദഹിക്കുന്നില്ല. മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനുഷ്യനോട് പറയുകയാ, ചുമ്മാതെ വെളുപ്പാങ്കാലത്ത് ഒരു കോഴി ഒരു ജോലിയില്ലാതെ കൂവും. ആ കോഴി ഇന്ന് കൂവണമെങ്കിൽ നീ എന്നെ തള്ളിപ്പറട എന്ന് പറഞ്ഞാൽ, ഈ സൂര്യൻ കിഴക്കുദിക്കുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. നിന്റെ തീരുമാനത്തിനൊക്കെ അത്രയും റേഞ്ചേ ഉള്ളെന്ന് യേശു അദ്ദേഹത്തോട് പറയുകയാ. ഇനി ഞാൻ ഈ ദൂതിനകത്തോട്ട് കയറട്ടെ. ഞാൻ ഈ പറഞ്ഞത് എവിടെയാണെന്ന്, എന്താണ് യേശു പറഞ്ഞതെന്ന് ഈ യോഗം തീരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ കഴിയുന്നിടത്തോളം മിണ്ടാതിരുന്ന് എന്നെ സഹായിക്കണമെന്നല്ല, സ്തോത്രം ചെയ്ത് ദയവായിട്ട് എന്നോട് കൂടെ വരണം. ഹല്ലേലൂയ. എനിക്കൊന്ന് സുവിശേഷ എഴുത്തുകാരിൽ യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും ഗൗരവമുള്ളതാണ്. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ഗബ്രിയേൽ മറിയയുടെ മുറിക്കകത്ത് വന്നതും കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, അത്യുന്നതിൻ്റെ ശക്തി, ഇതൊന്നും പറയുന്നില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആമേൻ, മറിയ പ്രസവിക്കുന്ന സ്ഥലം, യേശുവിനെ കിടത്തുന്ന കാലിത്തൊഴുത്ത്, യേശുവിനെ പൊതിയുന്ന കീറ്റുശീല, ദാരിദ്ര്യത്തിൻ്റെ പൊടി പറക്കുന്ന നസറേത്ത്, അങ്ങനെ 12ാമത്തെ വയസ്സിൽ 5 കുന്നിൻ്റെ മുകളിൽ ആകാശത്തെ മുട്ടി നിൽക്കുന്ന യെരൂശലേം ദേവാലയത്തിലേക്കുള്ള ആരാധനയ്ക്ക് പോകുന്ന ഒരു ഗ്രാമീണ യാത്ര, ഇതൊന്നും യോഹന്നാൻ്റെ പേനയ്ക്കകത്ത് വരുന്നില്ല. യോഹന്നാൻ്റെ പേനയ്ക്കകത്ത് ആ യേശുവിനെ പൊതിഞ്ഞ തുണിയും ആ കച്ചി മിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തും തൊടാതെ യോഹന്നാൻ നേരെ കയറി പിടിച്ചത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ഇത് പറഞ്ഞു ചൊരൊറ്റ ചാട്ടമാണ്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു.
നിങ്ങൾ ഓർക്കോ, ആ മനുഷ്യനെ എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചെന്ന് പറയാം. യേശുവിനെ അപമാനത്തിന്റെ ശരശയിൽ കിടത്തിയിരിക്കുക യഹൂദ കുലം മുഴുവൻ. റോമൻ പട്ടണങ്ങൾ ഇളകി നിൽക്കുകയാ. ഹൂദായ പട്ടണങ്ങൾ ഒരു അമ്മയുടെ പേര് പറഞ്ഞ് മറിയയുടെ മകൻ, ആ പേരിന്റെ അർത്ഥം വളരെ ഗൗരവമുള്ളതാണ്. അപമാനത്തിന്റെ അങ്ങേ അറ്റത്ത് യേശുവിനെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. അവർ ചോദിച്ച ഒരു ചോദ്യമാണ്, നിന്റെ അപ്പനാര്? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ചോദ്യം സുവിശേഷ വിരോധികളുടെ ചോദ്യമാണോ? അല്ല. ശിഷ്യന്മാരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ആത്മാവിലാണ് ചോദിച്ചത്, നമുക്ക് മനസ്സിലാകാത്ത രീതിയിലാണ്. പുസ്തകം വായിച്ചാൽ മതി, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന്. നിങ്ങൾക്ക് മനസ്സിലായോ? നാട്ടുകാർ ചോദിച്ചത് ദേഷ്യപ്പെട്ട് ചോദിച്ചുകൊണ്ട് അത് പോരാട്ടമാണ്. നിന്റെ അപ്പനാര്? അത് കലി കയറി ചോദിച്ചുകൊണ്ട് പറഞ്ഞു അത് പോരാട്ടമാണ്. പക്ഷെ കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ, സന്തോഷത്തോടെ ഗ്ലോറി പറഞ്ഞേച്ചാ ചോദിച്ചത്, പിതാവിനെ കാണിച്ചു തരാവോ? അർത്ഥാൽ ചോദ്യം കണ്ടുവന്നാ. ഓ ഗാഡ്. അടുത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഈ പൗലൂസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പൗലൂസ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു 50 പ്രാവശ്യം തിമോത്തിയോസിന്റെ ലേഖനം വായിക്കണം. അതിനകത്ത് തിമോത്തിയോസിന്റെ ലേഖനത്തിന്റെ വാക്യങ്ങളുടെ പ്രത്യേകത, പൗലൂസിന്റെ രക്തം മണക്കുന്ന ലേഖനമാണ് തിമോത്തിയോസിന്റെ ലേഖനം. ചോര മണക്കുന്നുണ്ട് ആ ലേഖനത്തിൽ മുഴുവൻ. കാരണം ആ മനുഷ്യന്റെ കഴുത്ത് വെട്ടി താഴെ ഇടാൻ പോകുകയാ. ആ ദൈവ മനുഷ്യന്റെ ചോര ഇവിടെ ചീറ്റിത്തെറിക്കാൻ പോകുകയാ. 40 പട്ടണവും 9 ദ്വീപും 14 ലേഖനങ്ങളും 3-ാം സ്വർഗത്തിന്റെ വെളിപ്പാടും പ്രാപിച്ച് ഒരു അസാധാരണനായ ദൈവ മനുഷ്യൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് തൻ്റെ ഓൺ സൺ, നിജപുത്രനാകുന്ന തിമോത്തിയോസിനെ ഒന്ന് ബലപ്പെടുത്താനുള്ള, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ മരണത്തിൻ്റെ തൊട്ടു മുമ്പ് ഒരു മനുഷ്യൻ പറയുന്ന അവസാനത്തെ വാക്കുപോലെ തിമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങളാണ് ഇത് 2 അതിനകത്ത് ശ്രദ്ധിക്കണേ, ഒരു 17 പേരുടെ ലിസ്റ്റ് കിടപ്പുണ്ട് 2-ാം ലേഖനത്തിൽ. നിങ്ങൾ മിണ്ടാതിരിക്കാനുള്ള ഗുളിയോ എല്ലാം കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, വരണം, എന്നോട് കൂടെ വന്നാൽ മതി. 17 പേരുടെ പേര് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യം പൗലോസ് എഴുതിയ, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി. നമ്മളാണെങ്കിൽ വിട്ടുപോകുന്ന ദേമാസുമാരുടെ കാര്യം പിന്നെ ഓർക്കാതിരിക്കാൻ ശ്രമിക്കും. കാര്യം അതിനകത്തൊരു വേദനയുള്ളതുകൊണ്ട്. പക്ഷെ പൗലോസ് വളരെ സിമ്പിളായിട്ട് പറയുക, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയി. അപ്പൊ ഇത്രയും ശക്തമായ വെളിപ്പാട് പറയുന്ന പൗലോസിന്റെ നേരെ മുൻപിലിരുന്ന ദേമാസിന്റെ മനസ്സിനകത്ത് ലോകത്തെ പറിക്കാൻ പൗലോസിന്റെ പ്രസംഗത്തിന് പറ്റിയില്ല. നിങ്ങൾ എത്ര പേരെന്നെ കേൾക്കുന്നു അറിയില്ല. ദേമാസിന്റെ മനസ്സിൽ തെസലോനിക്കയിലെ ചെമ്പ് കൃഷി ഇങ്ങനെ തളർത്ത് നിൽക്കുകയാണ്. അവൻ എന്നെ വിട്ടേച്ചു പോയെന്ന് പൗലോസ് പറയുന്നു. ഇത് പറഞ്ഞേച്ച് അടുത്ത വാക്ക്, ആ വാക്കിനകത്തൊക്കെ കണ്ണുനീരിന്റെ ഉപ്പുരസമുണ്ട്. പൗലോസ് പറയാ, ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ, ലൂക്കോസ് മാത്രമേ എൻ്റെ കൂടെയുള്ളൂ. ഇത് പറഞ്ഞേച്ച് അടുത്ത വാക്ക് പൗലോസ് പറയാ, മർക്കോസിന്റെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളവൻ. ഇതിന്റെ ആ 2 വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ലൂക്കോസിന്റെ പ്രത്യേകത, അവൻ എൻ്റെ മനസ്സറിയാം. മർക്കോസിന്റെ പ്രത്യേകത, അവൻ എൻ്റെ മിനിസ്ട്രി അറിയാം. ഒരാൾ ശുശ്രൂഷയ്ക്ക് താങ്ങായതുകൊണ്ട് അയാൾ നമ്മുടെ വേദനകൾക്ക് താങ്ങാകണമെന്ന് നിർബന്ധമില്ല. ചിലർ നമ്മുടെ സങ്കടങ്ങൾക്ക് തുണ നിന്നാൽ അവർ നമ്മുടെ ശുശ്രൂഷയ്ക്ക് തുണ നിൽക്കണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം പറഞ്ഞ് പൗലോസ് ഒരു അലക്സാണ്ടറിനെ കുറിച്ച് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? അലക്സാണ്ടർ എന്നോട് നന്നായിട്ട് ദോഷം ചെയ്തു, നിന്നോടും ദോഷം ചെയ്യുമെന്ന് പൗലോസ് പറയാ. ഇത് പറഞ്ഞ അതിൻ്റെ താഴെ ഒരു വാക്കുണ്ട്. ഇതിങ്ങനെ പറഞ്ഞ എനിക്ക് കുറേ പറയേണ്ടി വരും. അവിടെ ഒരു സഹോദരിയുടെ പേര് എഴുതിയിട്ടുണ്ട്, പ്രിസ്ക. ഒന്ന് ചേർന്ന് പറഞ്ഞേ, നല്ലതായിട്ട് പറ. പ്രിസ്ക. സത്യത്തിൽ ആ സഹോദരിയുടെ പേര് പ്രിസ്ക എന്നാണോ? അല്ല, പ്രിസ്കില്ല. അക്കിലാവും പ്രിസ്കില്ലയും. എന്നിട്ട് പിന്നെ എങ്ങനെ ഈ പ്രിസ്കയാക്കിയത്? നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ നിങ്ങൾ പെറ്റ് നെയിം വിളിക്കാറുണ്ടോ? ഹലോ, ചുമ്മാ റോഡിൽ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ എന്താ ടുട്ടുടുവേ എന്ന് വിളിക്കാറുണ്ടോ? ഇല്ല. ബന്ധമില്ലാത്തവരുമായിട്ട് പെറ്റ് നെയിം നമ്മൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയം ഒട്ടിയിരിക്കുന്നവരോട് മാത്രമേ ഈ പെറ്റ് നെയിം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ 3-ാം സ്വർഗത്തിന്റെ ഗന്ധം ശരീരത്തിലുള്ള പൗലൂസ് ഒരു സഹോദരിയെ കയറി ഇത്രയും ക്ലോസ് ആയിട്ട് പ്രിസ്ക എന്ന് പറയണമെങ്കിൽ ആ സഹോദരി ചുമന്ന കാലഘട്ടത്തിന്റെ അഭിഷേകം എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ.
ഓ, കൈയടിക്കുന്നെങ്കിൽ വൃത്തിയായിട്ട് കൈയടിച്ചൊന്ന് ദൈവത്തെ. ഹല്ലേലൂയ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ഈ പൗലൂസിന്റെ റെവലേഷന്റെ റെലവൊക്കെ ഒത്തിരി മേളിൽ കിടക്കുന്നതാ. ഒരു സാധാരണ മനുഷ്യന് ആ ഏരിയയിൽ പോലും എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മനുഷ്യൻ ഒരു സഹോദരിയെ നോക്കി വെച്ച് ഇത്രയും ക്ലോസ്ഡ് ആയിട്ട്, അത് പൗലൂസ് പറയുന്നുണ്ട്. അമ്മ ചില ഭാഗത്ത് പെണ്ണുങ്ങളെന്ന് പറയുമ്പോൾ ചില ഭാഗത്ത് മാന്യ സ്ത്രീകൾ എന്ന് പറയുന്നു. സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടെ പോരാടിയവര്, അവൻ ഞാൻ ദൈവമക്കളോട് പറയുന്നു, അവൻ പട്ടണത്തെ ഇളക്കാൻ കരുത്തുള്ള ചിലര്. ശ്രദ്ധിച്ചേ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലെ ഒന്നാമത്തെ മാതാവ് ഹൗവയാ. പ്രസവിച്ചത് 2 കുഞ്ഞുങ്ങളെയാ. മൂത്തവന്റെ പേര് കൈനെന്നും ഇളയവന്റെ പേര് ഹാബേൽ എന്നും. ഒന്നാമത്തെ ഹൗവ ഒന്നാമത് ഗർഭം ധരിച്ച മകന്റെ പ്രത്യേകത, അവൻ സ്വന്തം അനുജനെ അടിച്ചു കൊല്ലുന്നവനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തെ ആദ്യത്തെ ഗർഭധാരണം പിശാച് കടമെടുക്കുമ്പോൾ മറിയൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ചു. അത് സഹോദരനെ കൊല്ലുന്ന ഒരാളെ അല്ല, സഹോദരന് വേണ്ടി മരിക്കുന്ന ഒരാളെ. എന്നോട് ദൈവാത്മാവ് പ്രവചിക്കാൻ പറയുന്നു, ശാപത്തിന്റെ സീസൺ കഴിഞ്ഞു. ഇനി വെളിപ്പെടുന്നത് ഒരു അനുഗ്രഹത്തിന്റെ സീസണാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ തല്ലിക്കൊല്ലുന്ന കൈയിന്റെ സീസൺ കഴിഞ്ഞിട്ട് ആമേ സഹോദരന് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്ന യേശുവിന്റെ സീസണിലേക്ക് സഭ വരുന്നുവെന്ന് ഞാൻ പ്രവചിച്ചാൽ അതിനോട് റിയാക്ട് ചെയ്യാൻ പോട്ടെ. ഞാൻ ഈ ഭാഗത്തേക്ക് വളരെ ഗൗരവമായിട്ട് കയറി വരാം. 104 ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ബൈബിളിനകത്തുണ്ട്. അതെല്ലാം സൂപ്പർ നാച്ചുറൽ റലങ്ങളാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം ഒന്ന് പറയാം. ആമേൻ. ഏലിയാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യനെ പേടിപ്പിച്ചത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു ചെറിയ ബ്ലോക്കിലുള്ള ഒരാളോ അല്ല, മറിച്ച് ഒരു രാജ്യം ഭരിക്കുന്ന ഒരു രാജാവും മന്ത്രവാദിനിയായ ഒരു ഭാര്യയും. എന്ന് പറഞ്ഞാൽ ഏലിയാവിന്റെ മുൻപിൽ കിടക്കുന്ന ഭീഷണി ഒരു പഞ്ചായത്തിന്റെ അല്ല, ഒരു രാജ്യത്തിന്റെ ഭീഷണിയാ. ആ മനുഷ്യൻ ചൂരച്ചെടിയുടെ അടി കയറി മരണം കാത്തു കിടക്കുമ്പോൾ ശ്രദ്ധിച്ചോണേ, സ്വർഗത്തിൽ നിന്ന് ഒരു രാജ്യമല്ല വന്നത്, ഒരു ദൂതനാ വന്നത്. ദൂതൻ വന്നേച്ച് ഏലിയാവിന്റെ വിലാപ്പുറത്ത് ഇങ്ങനെ ഒന്ന് തട്ടിയപ്പോൾ തന്നെ ആ മനുഷ്യൻ അവിടുന്ന് സടകൊടഞ്ഞ് ചാടി എഴുന്നേറ്റെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭീഷണിയെ നേരിടാൻ ഒരു ദൂതന്റെ സ്പർശനം മതി. ആ തൊടിയിലെ റേഞ്ച് മനസ്സിലായവർ മാത്രമേ ആമേൻ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ. അങ്ങനെ 104 എൻകൗണ്ടറുകൾ ഇതിനകത്ത് കിടക്കുമ്പോൾ ആ ഗബ്രിയേലിനെ തൻ്റെ സുവിശേഷത്തിൽ മൈൻഡ് ചെയ്യാതെയാണ് യോഹന്നാൻ നേരെ തുടങ്ങുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യ 4 അധ്യായങ്ങൾ, നിങ്ങൾ എന്നോട് കൂടെ വരണേ. ഹല്ലേലൂയ. 4 അധ്യായങ്ങൾ വളരെ ഗൗരവമുള്ള 4 വെളിപ്പാടുകളാണ്. അധ്യായം 1 ആരാധനയെ കുറിച്ചുള്ള വെളിപ്പാട്. അധ്യായം 2 ആരാധന സ്ഥലത്തെ കുറിച്ചുള്ള വെളിപ്പാട്. അധ്യായം 3 ആരാധനക്കാരനെ കുറിച്ചുള്ള വെളിപ്പാട്. അധ്യായം 4 ആരാധനയെ കുറിച്ചുള്ള വെളിപ്പാട്. അധ്യായം 1 ആരാധ്യൻ ആരാ? നമ്മുടെ കർത്താവായ യേശു. മറിയയുടെ ഗർഭത്തിൽ തുടങ്ങി ഗാൽഗുഥായുടെ നെറുകയിൽ 3 ആണിമേൽ തൂങ്ങി മരിച്ച കേവലം ഒരു മാംസകഷണമല്ല, എന്റെ ദൈവം അനാദിയായ ദൈവമാണ്. ഹല്ലേലൂയ. ഈ തിരുവനന്തപുരം പട്ടണത്തെ വാഴുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെയും ആത്മാവിൽ വിരൽ ചൂണ്ടി ഞാൻ പറയാം, ഞാൻ ആരാധിക്കുന്ന ദൈവം ഒരു സാധാരണ ദൈവമല്ല, അവൻ സർവശക്തനായ. Come on.
ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണ്? അതാണ് 1-ാം അധ്യായം. അധ്യായം 2 ആരാധന സ്ഥലമാണ്. യേശു കയറുകൊണ്ട് ചാട്ടയുണ്ടാക്കി ആലയത്തിനകത്തിരിക്കുന്ന കച്ചവടക്കാരെ എല്ലാം അടിച്ചു പുറത്താക്കുന്ന, ആലയം ശുദ്ധീകരിക്കുന്ന, പ്രാർത്ഥനാലയത്തെ ശുദ്ധീകരിക്കുന്ന അധ്യായമാണ് 2. അധ്യായം 3 ആരാധനക്കാരൻ. അതാരാ? നിക്കോദേമോസ്. ഒരു ദിവസം രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുന്ന, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ നിന്നെ കൂട്ടത്തില്ലെന്ന് ഭയമില്ലാതെ യേശു പറയുന്ന നിക്കോദേമോസ്. അധ്യായം 4 ഒരു സഹോദരിയോട് ആമേ കർത്താവ് പറയുക, ആമലേലുമല്ല, പറ ആ സത്യ നമസ്കാരികൾ പിതാവിനെ കണ്ടോ. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം തീ പിടിച്ചു നിൽക്കുന്ന 4 വെളിപ്പാടാണ്. ഒന്ന് എൻ്റെ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ഞാനൊരു അല്പം ഒന്ന് പറഞ്ഞു മുൻപോട്ട് പോകാം. യോഹന്നാൻ 3:16 എടുക്കണ്ട, എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഏകജാതനായ പുത്രൻ. റോമാലേഖനം 8 യേശുവിനെ വിളിക്കുന്ന ഏകജാതൻ എന്നല്ല, ആദ്യജാതൻ എന്നാണ്. കേൾക്കുന്നുണ്ടോ? യോഹന്നാൻ യേശുവിനെ വിളിച്ചു ഏകജാതൻ. എന്താ ഏകജാതൻ എന്ന വാക്കിന്റെ അർത്ഥം? ഒറ്റമോൻ. ആമേൻ ആമേൻ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് യേശുവിനെ വിളിച്ചു, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 5 പദങ്ങൾ. ദൈവത്തിന്റെ മുന്നറിവ്, ദൈവത്തിന്റെ മുൻ നിയമനം, ദൈവത്തിന്റെ വിളി, നീതീകരണം, തേജസ്കരണം. അതിനകത്ത് യേശു പൗലോസ് ഉപയോഗിച്ചൊരു വാക്കാണ് തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ. എൻ്റെ ചോദ്യം, യേശു ഏകജാതനാണോ? യേശു ആദ്യജാതനാണോ? പറയാം. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ യേശു ഏകജാതൻ. കാരണം അന്ന് അപ്പൻ ഒറ്റ മോനേ ഉള്ളൂ. ആമേൻ. റോമാലേഖനം പൗലോസ് എഴുതുമ്പോൾ യേശു ആദ്യജാതൻ. കാര്യം എന്നാണെന്നറിയാമോ? അനുജന്മാര് വേറെ ജനിച്ചു. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നടന്ന അത്ഭുതമാണ് ക്രൂശ് നാട്ടിയത്. ഹല്ലേലൂയ. ഞാൻ ഓടി ചർച്ചിനകത്ത് കയറുന്നത് സ്തോത്ര കാഴ്ചയിടാനും കൈയടിക്കാനും വേണ്ടിയല്ല, ഞാൻ അവന്റെ പുത്രനാകയാൽ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആദ്യത്തെ 4 അധ്യായങ്ങൾ വെളിപ്പാടുകളുടെ ഖനിഗർഭമാണ്. മുൻപോട്ട് വരുന്നു നമുക്ക് വേണ്ട ഭാഗം. ഞാൻ സാധാരണ എല്ലായിടത്തും പറയാറുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോട് കൂടെ വരണേ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെ ബൈബിളിലെ ഗോൾഡൻ ഏരിയയാണ്. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ ബൈബിളിലെ ഗോൾഡൻ ഏരിയയാണ്. ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിപ്പോകാം. 13-ാമത്തെ അധ്യായം. ആമേ. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് അങ്കിയറയിൽ ചുറ്റിക്കൊണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന, താഴ്മ ധരിക്കുന്ന ഉലകത്തിന്റെ ഉടമസ്ഥനായ എൻ്റെ കർത്താവ്, നിങ്ങളിൽ ഒരുത്തൻ വലിയവനാകാൻ ഇച്ഛിക്കുന്നെങ്കിൽ അവൻ ദാസനായി വെളിപ്പെടട്ടെ. നിങ്ങൾക്കൊരുവൻ ഉയരണമെങ്കിൽ അവൻ ആദ്യം ധരിക്കേണ്ടത് താഴ്മയാണ്. ബൈബിൾ പറയുന്നു, താഴ്മ ഉള്ളവർക്കോ അവൻ അധിക കൃപ. കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. 13-ാം അധ്യായം. അങ്കി അരയിൽ ചുറ്റിക്കൊണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന എൻ്റെ കർത്താവ്. അധ്യായം 14. ആമേൻ. അനിഷേധ്യമായ 3 വാഗ്ദത്തങ്ങളുടെ കൈമാറ്റങ്ങളാണ്. തുരുമ്പടിക്കാത്ത, ക്ലാവ് പിടിക്കാത്ത 3 വാഗ്ദത്ത കൈമാറ്റം. വാഗ്ദത്തം 1, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ 1-ാമത്തെ വാഗ്ദത്തം, ആമേൻ, പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. 2-ാമത്തെ വാഗ്ദത്തം, എൻ്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്ക്, ആ നാമത്തിൽ നീ ആശ്രയിച്ചാൽ ഇന്ന് രാത്രി നിന്റെ അവസ്ഥകളുടെ മേൽ ഒരു വലിയ വ്യത്യാസം നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവ ഇരേ. ആ നാമത്തിന്റെ പ്രത്യേകത, അത് കരുതുന്ന നാമമാണ്. ഇന്ന് രാത്രി മറുപടി ഇല്ലാതെ അങ്കലാപ്പോടുകൂടെ, വേദനയോടുകൂടെ, നിരാശയോടുകൂടെ ആലയത്തിന്റെ അകത്ത് നീ കാലുവെച്ചാൽ എഴുതി വെച്ചോ, നീ മടങ്ങിപ്പോകുന്നതിന് മുൻപ് നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ നിനക്കുള്ള മറുപടി നിന്റെ കരങ്ങളിൽ എത്തിച്ചു തരാൻ വിശ്വസ്തനായ ഒരുവൻ. നല്ലപോലെ കരമൊന്ന് തട്ടി ആമേൻ പറയാമോ?
ഹല്ലേലൂയ. ഒന്നാമത്തെ വാഗ്ദത്തം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ പറ അനേക വാസസ്ഥലങ്ങളുണ്ട്. വാഗ്ദത്തം 2, എൻ്റെ നാമം ഞാൻ നിങ്ങൾക്ക് തരുന്നു. വാഗ്ദത്തം 3, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒന്നുകൂടെ പറയാം, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. അധ്യായം 15 കൂട്ടായ്മയുടെ ഗൗരവം. ആമേ, കൊമ്പും മുന്തിരിവള്ളിയും ചേർന്ന് നമുക്ക് ഫലം തരികയാണ് എന്ന് പറഞ്ഞാൽ, കൊമ്പിനോട് ചേർന്ന് നിൽക്കാതെ മുന്തിരിവള്ളിക്ക് ഒരു നന്മ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ റിസൾട്ട് മുഴുവൻ ഇരിക്കുന്നത് എൻ്റെ യേശുവിലാണ്. ഓ ഹല്ലേലൂയ. ആമേൻ. അവനോട് ചേർന്ന് ഞാൻ നിൽക്കുന്നതാണ് എൻ്റെ റിസൾട്ട്. ആമേൻ. മുൻപോട്ട് പോകുന്നു. അധ്യായം 15. 16 അധ്യായത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവെന്ന, നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടല്ലോ അല്ലേ, കാര്യസ്ഥനെ കുറിച്ച് യോഹന്നാൻ വളരെ ആഴമായിട്ട് പറയുകയാണ്. ആമേ, പാരാക്ലീറ്റോസ്, കാര്യസ്ഥനെ കുറിച്ച്. എന്നിട്ട് അവിടെ തന്നെ യോഹന്നാന്റെ സുവിശേഷം പറയും, എനിക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ, എനിക്ക് നിങ്ങളോട് വളരെ കാര്യം പറയാനുണ്ടെന്ന്. വായിച്ചിട്ടുണ്ടോ? വാക്യം വായിച്ചിട്ടുണ്ടോ? ഒന്ന് വായിച്ചു നോക്കുന്നു. എനിക്ക് നിങ്ങളോട് ഒത്തിരി കാര്യം പറയാനുണ്ട്, വളരെ കാര്യം എനിക്ക് നിങ്ങളോട് പറയണ്ട. 11 10 മുതൽ വായിച്ചോളൂ. ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുക കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, എനിക്ക് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. എന്റെ കർത്താവ് പറയുക, എനിക്ക് നിങ്ങളോട് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത വാക്യം, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. നിങ്ങളെ വാക്യന്റെ ഒക്കെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടോ? എനിക്ക് കുറെ കാര്യം നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ ഇപ്പം നിങ്ങൾക്കത് വഹിപ്പാൻ ശേഷിയില്ല. എൻ്റെ ചോദ്യം, പിന്നെ എപ്പോഴാ വഹിക്കാൻ ശേഷി ഉണ്ടാവുന്നത്? അവിടെ തന്നെ വാക്യം, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ചില കാര്യങ്ങൾ ആത്മാവിറങ്ങാതെ പറയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ആത്മാവിറങ്ങിയ സഭയോട് ആത്മാവിറങ്ങാത്ത സഭയോട് 2 ടൈപ്പ് ദൂതാണ് ദൈവത്തിന് പറയാനുള്ളത്. കഴിഞ്ഞ ഇടയ്ക്ക് ആരാണ്ട് ചോദിക്കുന്നു കേട്ട്, ഈ പൗലൂസിനെ കൊണ്ടൊക്കെ ലേഖനം എഴുതിക്കാതെ ഇതെല്ലാം കർത്താവിന് ഒന്നിച്ചങ്ങ് എഴുതിയേച്ച് പോകാൻ മേലേ? എന്നാ പോട്ടൻ ചോദ്യ. കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, എനിക്ക് 1 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം എഴുതിയേച്ച് പോകാനുള്ളതേ ഉള്ളൂ, പിന്നെ പൗലൂസിനെ കൊണ്ട് ഇത് എഴുതിക്കാൻ കാര്യം ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വഹിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് ഇത് ആത്മാവ് വന്നു കഴിഞ്ഞിട്ടേ എഴുതിയാൽ ശരിയാവത്തുള്ളൂ. ഈ പുസ്തകം തന്നെ 150 പേര് വായിച്ചാൽ ആത്മാവുള്ളവൻ വായിക്കുന്നത് പോലെ അതിനെ മനസ്സിലാക്കാൻ വേറെ ഒരുത്തന് കഴിഞ്ഞൊന്നും വരത്തില്ല. അതുകൊണ്ട് നമ്മുടെ അകത്തിരുന്ന് ഞാൻ എപ്പോഴും പറയും, ചുരുള് നമ്മുടെ കൈ കിട്ടിയത് കൊണ്ടല്ല, അതിൻ്റെ പൊരുള് നമ്മുടെ കൈ കിട്ടുമ്പോഴാണ് പ്രയോജനമായി മാറുന്നത്. ആമേൻ. ചുരുളല്ല ഷണ്ണനെ സ്നാനക്കുളത്തിൽ ഇറക്കിയത്, ചുരുളിൻ്റെ അകത്തിരിക്കുന്ന പൊരുളാണ് അവനെ സ്നാനക്കുളത്തിൽ ഇറക്കിയത്. എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നുണ്ട്? ഞാൻ ഈ സഭയെക്കുറിച്ച് എനിക്കൊരു അഭിമാനമുണ്ട്. ഇത് ചുരുളിൽ ഒതുങ്ങുന്ന സഭയല്ല, ഇത് ആ പൊരുളിൽ നിലനിൽക്കുന്ന സഭയാകയാൽ സ്തോത്രം. ഹല്ലേലൂയ. കൂടെ വന്ന് അധ്യായം 16 പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാടുകൾ. അധ്യായം 17 വരുമ്പോൾ യേശുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന. 3 പ്രാർത്ഥനകളാണ്, ഞാൻ വിശദീകരിക്കാതെ ഇതിനകത്തോട്ട് വരാം. ഒന്നാമത്തെ പ്രാർത്ഥന, യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ പ്രാർത്ഥന, യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ പ്രാർത്ഥന, അവരുടെ ശുശ്രൂഷയാൽ വീണ്ടും ജനിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ എനിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിച്ചത് അപ്പനുമല്ല, അമ്മയുമല്ല, അമ്മാച്ചനുമല്ല, പാസ്റ്ററുമല്ല, വിശ്വാസിയുമല്ല. ആദ്യം പ്രാർത്ഥിച്ചത് യേശുവാ. ആ ധൈര്യമുള്ളവരാ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു ആമേൻ പറഞ്ഞേ. എനിക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചത് കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ? അതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഏവട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇതുങ്ങൾ ഉണ്ടായ ശേഷമല്ലേ? കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതോ?
അപ്പനും അമ്മയും മക്കളും ഭർത്താവും ഇതൊന്നും ഉണ്ടാകുന്നതിനും എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ശില്പം ജനിക്കുന്നത് തടിയിലും കല്ലിലുമല്ല, ശില്പിയുടെ ഹൃദയത്തിലാണെങ്കിൽ മനുഷ്യൻ ജനിച്ചത് മണ്ണിലല്ല, തമ്പുരാന്റെ ഹൃദയത്തിലാണ്. ഹല്ലേലൂയ. അവൻ എന്തൊരു അഭിമാനമാ. എൻ്റെ വീട്ടുപേര് ചോദിച്ചാൽ തമ്പുരാന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ മതി. അതാ അതിൻ്റെ കറക്റ്റ്. അത് ഒരു മണ്ണിലേക്ക് പകർത്തുമ്പോഴാണ് ഒന്നാമത്തെ ആദാം വരുന്നത്. പോട്ടെ, ആമേ 17-ാം അധ്യായത്തിൽ 3 പ്രാർത്ഥന. 1 തനിക്ക് വേണ്ടി, 2 ഒച്ചത്തി പറ ശിഷ്യന്മാർക്ക് വേണ്ടി, 3 വീണ്ടും ജനിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി. ഇനി വളരെ സെൻസിറ്റീവായി, എനിക്ക് ഈ ദൂത് പദങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റിയൊരു ദൂതല്ലിത്. ഇത് പദങ്ങൾ കൊണ്ട് പടവെട്ടാൻ പറ്റിയൊരു ദൂതല്ല. ഈ ദൂത് വൈകാരികമാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് ജോയിൻ മീ. നിങ്ങൾ എന്നോട് കൂടെ ഒന്ന് വന്നാൽ ഇന്ന് രാത്രി ഒരു വലിയ വിടുതൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് ഇവരോട് പറയുകയാ, നിങ്ങൾ എന്നെ കാണത്തില്ല, നിങ്ങൾ കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് എന്നെ ദയവായിട്ട് എനിക്കൊരു വാക്യം ഒന്ന് വായിച്ചു തരാമോ? 13-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം, ചാപ്റ്റർ 13 വേഴ്സ് 33 വായിച്ചോളൂ. ഞാൻ ഇനി കുറഞ്ഞോന്ന് മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല. കുഞ്ഞുങ്ങളെ, കുറഞ്ഞോന്ന് മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അടുത്തത്, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും. കൂടെ വരണം. നിങ്ങൾ എന്നെ കണ്ടെത്തുകയില്ല. അടുത്ത വാക്യം, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. കണ്ടോ പത്രോസിനോട് പറഞ്ഞ വാക്യത്തിന് മുമ്പ് പറയുക, ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളോട് പറയുന്നു. ദയവായിട്ട് എന്നെ ശ്രദ്ധിക്കാമോ? അപ്പൊ യേശു പറഞ്ഞ ഈ വാക്ക് ആദ്യം പറഞ്ഞത് യഹൂദന്മാരോടാണ്. യഹൂദന്മാരോട് യേശു പറഞ്ഞു, കുറഞ്ഞോ എന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. എന്നെ കേൾക്കുന്നവര് രാമയം പറഞ്ഞാട്ടെ. രണ്ടാമത് പത്രോസ്, അന്ത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ ശിഷ്യന്മാരോട് ഇവരെ നിർത്തിയ യേശു പറഞ്ഞു, കുറഞ്ഞോ എന്ന് കഴിഞ്ഞിട്ട് നിങ്ങളും എന്നെ കാണത്തില്ല. അപ്പൊ 2 കൂട്ടരോട് ശ്രദ്ധിച്ചോണേ. 2 കൂട്ടരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണത്തില്ല കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വരാൻ മേലാത്ത ഒരു ഏരിയയിലോട്ട് ഞാൻ എൻ്റർ ചെയ്യാൻ പോകയാ. നിങ്ങൾ എന്നെ കാണുകയില്ല. ആരോട് പറഞ്ഞു? 1 യഹൂദന്മാരോട് പറഞ്ഞു, 2 ശിഷ്യന്മാരോട് പറഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, യഹൂദന്മാർക്ക് പരാതിയില്ല. യഹൂദന്മാർക്ക് പരാതി ഇല്ല. കാരണം ഇങ്ങേരെവിടെ പോയാലും ഞങ്ങൾക്ക് പരാതിയില്ല. ഹല്ലേലൂയ. ഞാൻ സാധാരണ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. യേശു മറുരൂപമലയിൽ 3 സ്ഥലത്ത് 3 പേരെയും കൊണ്ടുപോയി. ആ പോയതെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാ. ഈ ക്രൈസ്റ്റ് സെന്ററിൽ നിന്ന് നിങ്ങളുടെ സീനിയർ പാസ്റ്റർ 3 പേരെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയാൽ ബാക്കി ആർക്കും പരാതി ഉണ്ടാവുകയില്ല. എന്നാൽ 3 പേരെയും കൊണ്ടൊന്ന് ടൂറിന് പോയി നോക്കിയാൽ പ്രശ്നം ഉണ്ടാവും. ഇടിനാശവും വെള്ളപ്പൊക്കവും പിന്നെ ഭിത്തിയായി കലണ്ടറായി മൊത്താകെ പ്രശ്നം. എന്നാൽ പ്രാർത്ഥിക്കാൻ ആരെയും കൊണ്ട് പോയാലോ അവരൊക്കെ വലിയ വലിയ ആളുകൾ, അവർ പ്രാർത്ഥിച്ച് ആത്മാവിലാകട്ടെ എന്നങ്ങ് വിചാരിക്കും. അപ്പോൾ പരാതി ഇല്ലാത്തൊരു കാര്യം പ്രാർത്ഥിക്കുന്നതിന് മാത്രമേ ഉള്ളൂ. പാസ്റ്റർ 3 കൂട്ടരെ വിളിച്ചിട്ട് പറയാം, നിങ്ങൾ നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. സഭയിലുള്ള ഒരാൾക്കും പരാതിയില്ല. നിന്ന് പാലക്കാട് മലമ്പുഴ ഡാമെന്ന് കാണാൻ പോക്കെ ജീവനോടെ കൊന്നുകളയും. ഈ മറുരൂപമലയിലേക്ക് പോയപ്പോൾ താഴെ നിൽക്കുന്ന 9 പേർക്ക് പരാതിയില്ലാഞ്ഞത് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയത് കൊണ്ടാ. ആത്മീക വിഷയങ്ങളിലല്ലല്ലോ. നീ എല്ലായിടത്തും ഈ പരാതി ഉണ്ടാകുന്ന ഭൗതിക വിഷയങ്ങളിലല്ലേ. പാട്ടിന്, പ്രാർത്ഥന, കയ്യടി, ചാട്ടം, ആരാധന, അന്യഭാഷ, ഗ്ലോറി ടു ഗോഡ്, വിക്ടറി, ഇതിനകത്തൊന്നും പരാതിയില്ലല്ലോ. പരാതി മുഴുവൻ ഭൗതിക വിഷയത്തിലാണ്. ഹല്ലേലൂയ. അവരെ ചിരിച്ചു കാണിച്ചു, അത് പരാതിയാ. ആത്മാവിൽ അവരെ നോക്കി പരാതിയില്ല. സ്പിരിറ്റിൽ ചലിക്കുന്നതിനൊന്നും പരാതിയില്ല. ഭൗതികമായി എല്ലാത്തിനും പരാതിയാ.
ഹല്ലേലൂയ. പക്ഷെ ഞാൻ സാധാരണ പറയുന്ന ഒരു വാക്കുണ്ട്, 3 പേര് മറുവലയിലും 9 പേര് അടിവാരത്തിലും. അടിവാരത്തിലിരിക്കുന്ന 9 പേര് തമ്മി കയ്യെ പിടിച്ച് ചോദിക്കുന്ന ചോദ്യം, ഒരുത്ത മറ്റവൻ്റെ കണ്ണിലോട്ട്, നീ ആണോടാ വലുത് അതോ ഞാനാണോ വലുത്? നിന്റെ വണ്ടിയാണോ വലുത് എൻ്റെ വണ്ടിയാണോ? നിന്റെ ഉടുപ്പാണോ വലുത് എൻ്റെ ഉടുപ്പാണോ? നിന്റെ വാച്ചാണോ എൻ്റെ വാച്ചാണോ? ഇവർ തമ്മി ഇടിച്ച് നെറ്റി പൊട്ടുക. പക്ഷെ മേളിൽ ഇരിക്കുന്നവരുടെ വർത്താനം, നിന്റെ ഉടുപ്പ് എൻ്റെ ഉടുപ്പും അല്ല, അവർ ഗ്ലോറി കാണുകയാ. നിങ്ങൾ എഴുതി വെച്ചോ, 2026 സഭ 2 പിരിയാൻ പോകയാ. 1 അടിവാരത്തിൽ നിൽക്കുന്ന 9 പേർ, 2 ഗ്ലോറിയിലേക്ക് കയറുന്ന 3 പേർ. ഈ ദൂത് ഇത് ഓൺ റെക്കോർഡാണ്. ഇത് ഇങ്ങനെ കടക്കട്ടെ. നിങ്ങൾ എഴുതി വെച്ചോ, ദൈവം ചിലതിനെ സിലക്ട് ചെയ്ത് ദൈവം മേളിലേക്ക് കയറ്റാൻ പോകയാ. ആ കരമൊന്ന് തട്ടി. എല്ലാരും കേറില്ല, എന്നാൽ ചിലതിനെ ദൈവം സെലക്ട് ചെയ്യാൻ പോകയാ. എനിക്ക് തോന്നുന്നു, ഞാൻ ഫ്രം മൈ ഹാർട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില വാക്കുകളിലൊന്നാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം, ആമേൻ, അത് തേജസ്. ഒത്തിരി ആഴമായി ഇതിനെക്കുറിച്ച് വെളിപ്പാടുള്ള ദൈവദാസന്മാരുണ്ട്, കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ട്. എനിക്കത് വൃത്തിയായിട്ട് അറിയാം. ഞാൻ സാധാരണ പറയാൻ പാടില്ലാത്ത സുരേഷ് ബാബുകളുടെ മെസ്സേജ് നിങ്ങൾ കേട്ടു. 25 വാക്ക് പറയുന്നതിനിടയ്ക്ക് ഒരു പ്രാവശ്യം അറിയാതെങ്കിലും മഹത്വം എന്നുള്ള വാക്ക് പറയും. പലരും എനിക്കറിയാം. പക്ഷേ ഒത്തിരി ആളുകൾ തേജസ് എന്ന വാക്കിനെ വ്യാഖ്യാനിക്കുന്നത് ഈ ലൈറ്റിൽ നിന്ന് മുഖത്തോട്ടടിക്കുന്ന വെട്ടത്തെയാണ്. മുഖത്തോട്ട് വന്നടിക്കുന്ന ലൈറ്റിന്റെ വെളിച്ചത്തെ ഗ്ലോറി ആയിട്ട് ചിത്രീകരിക്കുന്നവരുണ്ട്. തുടരെ ഞാൻ 10 വാക്ക് പറയൂ, എന്നാ ഗ്ലോറിയ. പക്ഷെ എൻ്റെ ചോദ്യം, എന്താണ് ശരിക്കും ദൈവത്തിന്റെ തേജസ്? എന്താണ് ദൈവത്തിന്റെ മഹത്വം? ഓ ഹല്ലേലൂയ. നിങ്ങൾ മലയാള പരിഭാഷയ്ക്കകത്ത് ഈ തേജസ് എന്ന വാക്കിനെ ഒന്ന് സെർച്ച് ചെയ്യണം. തേജസ് എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന മീനിങ് എന്നറിയാമോ? ബീജം എന്നാണ്. ബീജം. നമ്മുടെ ദൈവത്തിൽ നിന്ന് നമുക്ക് ജനിക്കാൻ കിട്ടിയ ബീജത്തിന്റെ പേര് തേജസ് എന്നാണ്. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്തുനിന്ന് വിടാം. ഇവിടെ എനിക്ക് നിങ്ങളുടെ ഈ ഇരിക്കുന്ന ആളുകളെ ആരെ അത്ര വേണ്ടത്ര ആഴമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു കുഞ്ഞിനെ ഈ പുൾപിറ്റെ കയറ്റി ഒന്ന് നിർത്തണം. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ ചിരി, ആ കുഞ്ഞിൻ്റെ സംസാരം, ആ കുഞ്ഞിൻ്റെ രീതികൾ, ആ കൊച്ചിന് 6 വയസ്സേ കാണത്തുള്ളൂ, 7 വയസ്സ്. മോൻ്റെ പപ്പയൊക്കെ ഇവിടെ ഉണ്ടോ? പപ്പ വന്നിട്ടുണ്ടോ? ആരാ ഉള്ളേ? അമ്മയുണ്ടോ? എന്ത് ചെയ്യും കൊച്ചിൻ്റെ അമ്മ? റൈറ്റ്. പൊന്നുമണിഞ്ഞു വന്ന് 1 മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ്. ആമേ, നിങ്ങൾ ഈ കൊച്ചു ഐ എം സോറി. ഈ കുഞ്ഞ് നിന്ന് ചിരിക്കുമ്പോൾ എവിടെയെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ ഒന്നുകിൽ ഇവന്റെ അപ്പന്റെ ചിരി നിങ്ങൾക്ക് കാണാം, ഇല്ല ഇവന്റെ അമ്മയുടെ ചിരി നിങ്ങൾക്ക് കാണാം. 24 മണിക്കൂറും കണ്ടെന്ന് വരികയില്ല. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, അപ്പനെ പോലെ ചിരിക്കാൻ, അമ്മയെ പോലെ ചിരിക്കാൻ, അപ്പനെ പോലെ നടക്കാൻ, അമ്മയെ പോലെ നടക്കാൻ എവിടെയാ നീ ട്യൂഷൻ പഠിച്ചത്? ഏതെങ്കിലും ഒരിടത്ത് ട്യൂഷൻ പഠിക്കാൻ കാരണം എൻ്റെ അപ്പനെ പോലെ നടക്കാൻ എന്നെ ഒരു 9 മാസം പഠിപ്പിക്കാമോ? നോ, അതിന് ട്യൂഷൻ ഇല്ല. അമ്മയെ പോലെ ചിരിക്കാനും അപ്പനെ പോലെ നോക്കാനും ട്രെയിനിങ് ഇല്ല. ഇരുന്നോ മക്കളെ, താങ്ക് യു സോ മച്ച്. അതിന് ട്രെയിനിങ് ഇല്ല. പിന്നെ എങ്ങനെ അതിവനിൽ സംഭവിക്കുന്നു? ആമേ, അത് ജനിതകത്തിലൂടെ വരേണ്ടതാ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ഏതെങ്കിലും ഒരു കോൺഫറൻസിൽ 3.25 ദിവസം പങ്കെടുക്കുമ്പോൾ വേദിയിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നതല്ല തേജസ്, അത് നമ്മുടെ അകത്ത് വീണ ദൈവവചനമാ.
ആമേൻ, ഈ ഉപവാസത്തിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഓടിച്ചെന്ന് അലമാരിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന സാധനം ആ തേജസ് എന്ന് ഞാൻ ഈ കഴിഞ്ഞ 28-29 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. ആമേ, ഇത് വീണ്ടും ജനനത്തിലൂടെ എൻ്റെ അകത്ത് വരുന്നൊരു സാധനമായത്. ബൈബിൾ പറഞ്ഞു, കെട്ടുന്ന ബീജത്താലല്ല, ബാക്കി കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ. ഓ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു 2026 ദൈവത്തിന്റെ ഗ്ലോറി അതുപോലെ ചിലരിലൂടെ പുറത്തു വരാൻ പോകയാ. ആമേൻ. നല്ല പോലെ ആ കരമൊന്ന് അടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? തമ്പുരാന്റെ അകത്ത് ഹേ 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 ഹുറബബലനമറ ശരബദനറബൗഡിയംബല ദൈവത്തിന്റെ ഗ്ലോറി. ഓ, ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് ഞാൻ ഇരുന്ന് ആ റൂമിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ ഒരു ദൂത്, കർത്താവിൻ്റെ ആത്മാവ് മിന്നൽ പോലെ എന്നോട് പിന്നെ ആഴമായിട്ട് ഇടപെടുക. ഞാൻ അതിൻ്റെ ഗൗരവത്തിലേക്ക് കയറുകയാണ്. നിങ്ങൾ എന്നോട് കൂടെ ദയവായിട്ട് ഉണ്ടാകണം. ആമേ. പത്രോസ് യേശു കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കാണുകയില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളും എന്നെ കാണുകയില്ല. അന്ത്രയോസിന് പരാതിയില്ല, ഫിലിപ്പോസിന് പരാതിയില്ല, ബർത്തലോമായിക്ക് പരാതിയില്ല. യോഗം ഉണ്ടേ വരും, യോഗം ഇല്ലേ വരികയില്ല. യോഗം ഉണ്ടേ വരും, യോഗം ഇല്ലേ വരികയില്ല. ഇവർക്ക് ആർക്കും പരാതി ഇല്ലാതെ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ, ഒരു മനുഷ്യൻ പതുക്കെ യേശുവിൻ്റെ അടുത്തോട്ട്, ഞാൻ ആ മലയാളം ഭാഷ അങ്ങനെ തന്നെ ഗ്രാമീണ ഭാഷ ഉപയോഗിക്കുക, പമ്മി ഒരാൾ യേശുവിൻ്റെ അടുത്ത് വന്നേച്ച് പതുക്കെ യേശു കർത്താവിനോട് ചോദിക്കുക, ആമേൻ, നീ എവിടെയാ പോകുന്നത്? എനിക്കെന്താ നിന്റെ കൂടെ വരാൻ കഴിയാത്തത്? ഞാൻ ഒന്നുകൂടെ പറയാം. ഫിലിപ്പോസിന് ഇല്ലാത്ത ചോദ്യം, അന്ത്രയോസിന് ഇല്ലാത്ത ചോദ്യം, ബർത്തലോമായിക്ക് ഇല്ലാത്ത ചോദ്യം, കൂടെ നിന്ന മറ്റ് പലർക്കും ഇല്ലാത്ത ചോദ്യം ഒരു മനുഷ്യന്റെ അകത്ത് തിളയ്ക്കുകയാ. നീ എന്നെ വിട്ട് എവിടെയാ പോകുന്നത്? എനിക്ക് നിന്റെ കൂടെ എനിക്ക് നിന്റെ കൂടെ വരണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറാൻ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻ കയറി വരികയാ. ഞാൻ ആ മനുഷ്യൻ്റെ മനസ്സിന് എൻ്റെ വാക്കുകളിലൂടെ എത്രത്തോളം എനിക്കറിയില്ല. പറ്റുന്നിടത്തോളം ഞാനത് പുറത്തു കൊണ്ടുവരാം. ഈ മനുഷ്യൻ ഗലീലക്കടലിൻ്റെ തീരത്ത് ഈ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീനും കിട്ടാതെ നിൽക്കുമ്പോൾ കർത്താവ് ചെന്ന് ചോദിക്കുക, ഞാൻ ആ വള്ളത്തിലോട്ടൊന്ന് കയറിക്കോട്ടെ. എത്ര സിമ്പിളായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ് കയറിക്കോളാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഒരു മീൻ പോലും കിട്ടാതെ ബാങ്കിൽ അടയ്ക്കാൻ കാശില്ല, കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ കാശില്ല, വീട്ടിൽ അരി മേടിക്കാൻ കാശില്ല, വീട്ടിൽ ചെന്നാൽ എന്നെ മറുപടി നെഞ്ചിൻ്റെ അകം ഇങ്ങനെ ഉമിത്തി പോലെ നീറിക്കൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക യേശുവിൻ്റെ ചോദ്യം, ഞാൻ ആ വള്ളത്തിലോട്ടൊന്ന് കയറിക്കോട്ടെ. അവൻ തൻ്റെ നല്ല സമയത്തല്ല യേശുവിനെ വള്ളത്തിൽ ഇൻവൈറ്റ് ചെയ്തത്. ഹല്ലേലൂയ. പക്ഷേ ഒരു ദൂത് നിങ്ങൾ എഴുതി വെച്ചോണം, യേശു കേറിയത് ഏറ്റവും അഴുക്ക് സമയത്താ. പക്ഷേ യേശു വള്ളത്തിൽ ഇറങ്ങുന്നത് അവന്റെ ഏറ്റവും നല്ല സീസണിലാ. Come on. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷം വരുമ്പോൾ മാത്രം കൈയടിക്കുക, സന്തോഷം വരുമ്പോൾ മാത്രം ഡാൻസ് കളിക്കുക. കൊച്ചിന് അഡ്മിഷൻ കിട്ടുമ്പോൾ, പരീക്ഷ പാസ്സാകുമ്പോൾ, ജോലിക്ക് പ്രമോഷൻ കിട്ടുമ്പോൾ മാത്രം ഒരാൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ അത് ആരാധനയാവില്ല, അത് അഭിനയമാവാനാണ് സാധ്യത. ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം നേരെ വരുമ്പോൾ ഞാൻ കാണിക്കുന്നത് വൈകാരിക വിപ്ലവങ്ങളാണ്. എന്നാൽ യേശുവിനെ ആരാധിക്കേണ്ടത് കാലാവസ്ഥ നോക്കിയിട്ടല്ല. ഓ, എത്ര പേര് ആമേൻ പറയുന്നു എനിക്കറിയില്ല. സാഹചര്യം മുഴുവൻ നിനക്ക് വിരോധമായി നിൽക്കുമ്പോൾ അതിന്റെ നടുവിലും അവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് പറയാൻ. ഹല്ലേലൂയ. ഞാൻ ഈ മതലിന്റെ കാര്യത്തെ മറിയുടെ കാര്യം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി. 2 വലിയ ഉപദേശിമാർ വീട്ടിൽ പോയപ്പോൾ ഈ ആൻറ്റിക്കും കൂടെ വീട്ടിൽ പോയാൽ മതിയായിരുന്നല്ലോ.
രണ്ട് വലിയ ദൈവദാസന്മാർ വീട്ടിൽ പോയില്ലേ, പത്രോസ് യോഹന്നാനും. അതിനേക്കാളും പിന്നെ ഈ സഹോദരിക്ക് എന്താ അത്യാവശ്യം? സിസ്റ്റർ പോരുന്നു എന്ന് ചോദിച്ചു, പറഞ്ഞു പോരുന്നില്ലെന്ന് പറഞ്ഞു. അമ്മ പോയ വഴിക്ക് ആരാണ്ട് പത്രോസിനോട് ചോദിച്ചു, എവിടെ പോയതാ? ഞങ്ങൾ കല്ലറയിൽ പോയതാ. എന്ത് കണ്ടു? തലക്കലും കാൽക്കലും തുണി ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്ന കണ്ടു. ഹല്ലേലൂയ, ആമേൻ. എന്നിട്ട് പോയ വഴിക്ക് മറിയോട് ചോദിച്ചു, സിസ്റ്റർ വരുന്നില്ലെന്ന് പറഞ്ഞു. അതെന്നാ വരാത്തെന്ന് ചോദിച്ചു, പറഞ്ഞു ഞാൻ ചുരുട്ടി വെച്ചിരിക്കുന്ന തുണി കാണാൻ വന്നല്ല, ഞാൻ അവനെ കാണാൻ വന്നതാ. കണ്ടോ എത്ര കാർക്കശ്യമാ. എന്തെങ്കിലും കണ്ടുവെച്ച് ക്രൈസ്റ്റ് സെന്ററിനകത്തുനിന്ന് പടിയിറങ്ങാൻ അല്ല ഞാൻ വന്നത്, എനിക്ക് അവനെയാ കാണേണ്ടത്. എത്ര പേരുടെ കരമം ഉയർത്തിപ്പിടിച്ച് ഏതെങ്കിലും വൈകാരികമായ വിപ്ലവത്തിലൂടെ മുന്നേറാനല്ല. എനിക്ക് എനിക്ക് നിന്റെ മുഖം കാണണം. എനിക്ക് അങ്ങേ കാണാതെ പോകാൻ പറ്റുകയല്ല. ആ സഹോദരിയുടെ പിടിവാശി നിങ്ങൾ കണ്ടോ? കരഞ്ഞ് 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 ആ സഹോദരി അവിടെ നിൽക്കുക. കരഞ്ഞ് ആ സഹോദരി അവിടെ നിൽക്കുക. അതിന് തൊട്ട് മുമ്പുള്ളൊരു ചരിത്രം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കത്തുവെന്നല്ല, കുറച്ചും കൂടെ മനസ്സിലോട്ട് രജിസ്റ്റർ ആകും. യേശുവിൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുകയാണ്. ആമേ ആയുധങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാം. ആമേ മരണത്തിൻ്റെ ഗന്ധമുള്ള ഗാൽഗോത്തായുടെ നെറുകയിലേക്ക് 4 സഹോദരിമാർ കയറുന്നുണ്ട്. ഒന്ന് യേശുവിൻ്റെ അമ്മ മറിയ, 2 മറിയയുടെ സഹോദരി ആമേൻ ശലോമ, 3-മത്തത് ക്ലയോപ്പാവിൻ്റെ ഭാര്യ, 4-മത്തത് മദലക്കാരത്തി മറിയ. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. 4 സഹോദരിമാരും കൂടെ ഒരുമിച്ച് കയറ്റം കയറുമ്പോൾ ആമേ സഹോദരിമാർ മറിയോട് ചോദിച്ചു, അമ്മമ്മ മേളിലോട്ട്. അന്നേരം പറഞ്ഞു, മോന. കേട്ടില്ല. ക്രൂശേ കിടക്കുന്നത് ആരാ? എൻ്റെ മോൻ എന്ന് പറഞ്ഞ് ഞാനത് ശൈലി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രസവിച്ചതാ, അതുകൊണ്ട് കാണാൻ പോവാ. നമ്മുടെ ഭാഷയെ പറഞ്ഞ അമ്മയാ, കാണാൻ വേണ്ടി പോവുക. അന്നേരം ശലോമയോട് ചോദിച്ചു, അമ്മമ്മ ഏത് ബന്ധത്തിലാണ് പോകുന്നത്? അന്നേരം പറഞ്ഞു, ഞാൻ മറിയയുടെ സിസ്റ്ററാ, അതുകൊണ്ട് സഹോദരിയുടെ കൊച്ചു കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ നമ്മൾ കാണാൻ പോവല്ലേ, അതുപോലെ എനിക്കും കൂടെ പോകണം. 3-മത് ക്ലയോപ്പാവിൻ്റെ ഭാര്യയോട് ചോദിച്ചു, ആൻറ്റി ഏത് ബന്ധത്തിലാണ് പോകുന്നത്? ഈ ക്ലയോപ്പാവ് യേശുവിൻ്റെ വളർത്തപ്പനാകുന്ന യോസഫിൻ്റെ സഹോദര്യമാണ്, അതുകൊണ്ട് പെണ്ണുംകൂട്ടരുടെ ഭാഗത്തുനിന്ന് 2 പേര് പോയപ്പോൾ ആണുംകൂട്ടരുടെ ഭാഗത്തുനിന്ന് ഞാനും കൂടെ പോയെന്നേ ഉള്ളെന്ന് പറഞ്ഞു. മദലക്കാരത്തി മറിയോട് ചോദിച്ചു, അമ്മമ്മ ഏത് ബന്ധത്തിലാണ് പോകുന്നത്? അത് ചെറുക്കൻ കൂട്ടരാണോ? അവൾ പറഞ്ഞല്ല. പെണ്ണും കൂട്ടരാണോ? അവൾ പറഞ്ഞല്ല. പിന്നെ ആ കിടക്കുന്ന ആളുമായിട്ട് മറിയ പറഞ്ഞു, ബന്ധം ആത്മാവിലാണ്, ജഡത്തിലല്ല. എത്ര പേര് കരമടിച്ച് ആമേൻ പറയുന്നുണ്ട്? ഞാൻ ഗോൽഗോഥായുടെ മേളിലേക്ക് കയറുന്നത് ജഡത്തിലല്ല, ഞാൻ കയറുന്നത് ആത്മാവിലാ. പൗലോസ് പറയുന്ന ഭാഷ കേട്ടോ. ആമേ ജഡപ്രകാരം അല്ല ഞാൻ ക്രിസ്തുവിനെ അറിയുന്നത്, പക്ഷെ അതിൻ്റെ റിസൾട്ട് കേൾക്കണം. ഈ ക്രൂശിൽ കിടക്കുന്ന കർത്താവിൻ്റെ ശരീരം കല്ലറയ്ക്കകത്ത് വെച്ച് 3-ാം ദിവസം കല്ലറ പൊട്ടിച്ച് ഇമ്പീരിയൽ മുദ്ര തകർത്ത് കാവൽ പട്ടാളത്തെ ഇളക്കി മറിച്ച് യേശു കർത്താവ് പുറത്തു വന്നപ്പോൾ അമ്മ മറിയനെ കാണാതെ, ശലോമേനെ കാണാതെ, ക്ലയോപ്പാവിൻ്റെ ഭാര്യയെ കാണാതെ, മദലക്കാരത്തെ കണ്ടച്ച യേശു പോയത്. ആമേ ഇന്ന് രാത്രി എഴുതി വെച്ചോ, ആത്മാവിൽ ചലിക്കുന്നവരെ കാണാതെ എന്റെ കർത്താവ് ഇന്ന് രാത്രി പോകത്തില്ല. നന്നായി കമോൺ നന്നായി കരമടിച്ച് ആമേ നീ ഇവിടെ കേറിയത് ഏത് ബന്ധത്തിലാ? എന്നോട് ദൈവം പറയുന്നു, വളരെ ആഴമായിട്ടുള്ള ചില എൻകൗണ്ടറുകൾ ചില വീടുകളിൽ സംഭവിക്കാൻ പോകയാ. പോട്ടെ, എനിക്ക് ആ ഭാഗം വേഗം പറഞ്ഞു വന്നാലേ ദൂതിലെത്താൻ പറ്റത്തുള്ളൂ. പത്രോസേ ശ്രദ്ധിക്കണേ. പത്രോസേ, ഞാൻ ആ വള്ളത്തിൽ, നിങ്ങളിതൊക്കെ ദൂരെ തവണ കേട്ടതല്ലേ, ഒന്നുകൂടെ പറഞ്ഞേക്കാം. പത്രോസേ, ഞാൻ ആ വള്ളത്തിലൊന്ന് കയറിക്കോട്ടെ? പത്രോസ് പറഞ്ഞ് കയറിക്കോ. ആമേൻ. നോർമലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ വള്ളത്തിനകത്ത് പ്രശ്നം എന്നാ? രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു മീൻ പോലും കിട്ടിയില്ല. ആമേൻ. നോർമലി ഒരാളോട് നിങ്ങൾ ചോദിക്കുക, ദേവദാസനെ വള്ളത്തിൽ ഭയങ്കര പ്രോബ്ലമാണ്, ഈ വള്ളം എന്നുള്ളത് വീടോ കമ്പനിയോ ഒക്കെ നിങ്ങളാക്കിക്കോ, ഞാനിതൊക്കെ ആക്കിയിട്ടൊരു പ്രശ്നം ഉണ്ടാകണ്ട. എൻ്റെ വള്ളത്തിൽ രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. നോർമലി ഒരാളോട് നിങ്ങൾ ചോദിക്കും, ഒന്ന് പ്രാർത്ഥിക്കാവോ? 3 മറുപടികളാണ്. 1, നിങ്ങളുടെ വള്ളത്തിൽ പോരാട്ടമുണ്ട്. 2, നിങ്ങളുടെ വലയിൽ പോരാട്ടമുണ്ട്. 3, നിങ്ങൾ കിടക്കുന്ന കടലിലും പോരാട്ടമുണ്ട്. അതിനെന്താ ദൈവദാസനെ പ്രതിവിധി? 1, നിങ്ങൾ ഈ കടലും മാറണം.
2, നിങ്ങൾ ഈ വള്ളം മാറണം. 3, നിങ്ങൾ ഈ വല മാറണം. അങ്ങനെ പലരും തിരുവനന്തപുരത്ത് താമസിച്ചവർ എറണാകുളത്ത് ഫ്ലാറ്റ് മേടിച്ചു, ഈ എറണാകുളത്ത് താമസിച്ചവർ തിരുവനന്തപുരത്തും മേടിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എൻ്റെ ഗൗരവം മനസ്സിലായില്ലല്ലേ? ആമേൻ. ഖത്തറിൽ നിൽക്കുന്നവൻ ദുബൈക്ക് പോയി, ദുബൈ കിടന്നവൻ ഖത്തറിൽ പോയി. ആകെ ലാഭം ആമേൻ എയർലൈൻസിനാണ്. ഇങ്ങനെ നടക്കുന്നു. അന്നേരം യേശു ആ വള്ളത്തെ കുറിച്ച് പത്രോസ് വിളിച്ചു, മക്കളെ ആമേ എന്താ നീ കേട്ടത്? പത്രോസ് പറഞ്ഞു, കർത്താവേ എൻ്റെ വള്ളത്തിൽ പോരാട്ടമാണെന്ന് ഞാൻ പ്രവചനം കേട്ടു. എൻ്റെ വലയിൽ ബന്ധനമാ, എന്താ ചെയ്യണം? വള്ളം മാറണം, എൻ്റെ വല മാറണം, എൻ്റെ കടൽ മാറണം. യേശു പറഞ്ഞു, വള്ളം മാറണ്ട, വല മാറണ്ട, കടൽ മാറണ്ട. ശ്രദ്ധിക്ക്. ഇപ്പൊ നിങ്ങൾ ഓർത്തു സുഭാഷ് കുമരകം പ്രവാചകന്മാരെ കുറ്റം. എന്റെ ജീവനുണ്ട ഞാൻ പറയുകയില്ല. 14-ാമത്തെ വയസ്സിൽ പ്രവചിക്കാൻ തുടങ്ങിയ ആളാ ഞാൻ. ഈ 47-ാമത്തെ വയസ്സ് വരെ ഞാൻ പ്രവചിച്ചു നിൽക്കുക. ഞാൻ പ്രവചനത്തെ കുറ്റം പറഞ്ഞതല്ല. യേശു വള്ളത്തെ കയറി ചോദിച്ചു, എന്താ നീ കേട്ട ദൂത്? വള്ളത്തിന് പോരാട്ടം, വലയ്ക്ക് പോരാട്ടം, കടലിൽ പോരാട്ടം. യേശു പറഞ്ഞു, അതല്ല സത്യമാ. എന്നാൽ ഞാൻ കാല് വെച്ചതോടുകൂടെ എന്റെ കാല് തൊട്ടതോട് കൂടെ അത് അഴിഞ്ഞിരിക്കുകയാ. നന്നായി, നന്നായി, നന്നായി. കമോൺ. ഇന്ന് രാത്രി ചില വീടുകളിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുക. പ്ലീസ് റിസീവ് യുവർ ഡെലിവറൻസ്. ഇത് പോരാ, ഇത് പോരാ. നല്ല ശക്തിയോടെ ദൈവത്തെ ഹോളി സ്പിരിറ്റ്. ഇതൊരു സാധാരണ രാത്രിയല്ല. നിന്റെ വീടിനെ ബന്ധിച്ച, നിന്റെ തലമുറയെ ബന്ധിച്ച, നിന്റെ നന്മയെ ബന്ധിച്ച ആ ശാപത്തിന്റെ കയറ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. പോരാ, പോരാ. ആവോളം ശബ്ദമുയർത്തിയ അന്യഭാഷ പറഞ്ഞ് ഇന്ന് രാത്രി ഒരു മിന്നൽ പോലെ ദൈവശക്തി ഇതിനകത്ത് പാസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞു, യേശു വള്ളത്തെ കയറി. ആ വള്ളത്തെ ഇരുന്ന് യേശു പുരുഷാരത്തോട് വചനം പറഞ്ഞെന്നാ. എന്നെ കേൾക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പോ തകർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അരിച്ചു കുത്തി പ്രാകരുത്. നിന്റെ വീടിനകത്ത് പോരാട്ടമുണ്ട്, ബന്ധനമുണ്ട്, നാശമുണ്ട്, മുടിവുണ്ട്. അതിനകത്ത് നിന്ന് അയ്യോ ഭർത്താവ് പറയൂ, ഇവള് വന്ന് കയറിയപ്പോൾ തൊട്ട്, ഭാര്യ പറയൂ ഇയാളുടെ കൂടെ വന്നപ്പോൾ തൊട്ട്, ഈ കൊച്ചു ജനിച്ച ആ കുഞ്ഞുങ്ങളൊക്കെ വെറുതെ വിട്, വെറുതെ വിട്. ഹല്ലേലൂയ. ഇനി ആരെയും പറയാനില്ലെങ്കിൽ ഈ പട്ടിയെ മേടിച്ചപ്പോൾ തൊട്ടായി പ്രശ്നമൊന്ന് ഒരു പാവം. നോ, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ വല്ലാത്ത കാരണങ്ങളുടെ പുറകെ പോകാതെ ആ തകർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് നിങ്ങളൊന്ന് വചനം പറഞ്ഞേ. എത്ര പേര് കരമടിച്ച് ആമേൻ പറയുന്നുണ്ട്? ആ തകർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. തക്ക സമയത്ത് കറ്റകളത്തിൽ അടുക്കുന്ന പോലെ ഞാൻ പൂർണ്ണ വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. സ്വസ്ഥതയുള്ള വെള്ളം എന്നെ കുടിപ്പിക്കും, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. നന്മയും കരുണയും. ബന്ധനം അടിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്നാണെന്നറിയോ? വീട്ടിലിരുന്ന് വചനം പറഞ്ഞാൽ മതി. ഞാൻ ഒരു വാക്ക് കയറ്റി പറയട്ടെ. ഞങ്ങളുടെ ചർച്ചിൽ വന്നൊരു ദൈവദാസൻ പറഞ്ഞൊരു കാര്യം, എത്ര മണിക്കൂർ നമ്മൾ ആരാധിച്ചാലും ആരാധന മാത്രമാ. എത്ര മണിക്കൂർ പാടിയാലും പാട്ട് മാത്രമാ. പക്ഷെ വചനത്തിന് പ്രത്യേകത, ഇത് ദൈവമാ, ഇത് ദൈവമാ. God. ആമേൻ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. യേശു ആ വള്ളത്തെ കയറി കുറച്ചു നേരം പുരുഷാരത്തോട് വചനം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇനിയൊന്ന് വീശാൻ പറഞ്ഞു. അവിടെ 2 പദം ക്രൈസ്റ്റ് സെന്ററിന് ഈ 2026 ആമേൻ എൻ്റെ മേൽ കിട്ടിയൊരു വെളിപ്പാട് വാഗ്ദത്തമായി ഞാൻ പറയാം. 2 പദങ്ങൾ. 1 വല കീറാറായി, 2 വള്ളം മുങ്ങാറായി. കമാൺ. നിങ്ങൾ കേട്ടില്ല വാക്ക്? വല കീറാറായി. വല പഴകിയത് കൊണ്ടല്ല, ആമേൻ, നന്മയെ താങ്ങാൻ കഴിയാതെ.
നിങ്ങളൊന്ന് വെളിപ്പാടിൽ കണ്ടേ, ക്രൈസ്റ്റ് സെന്ററിന്റെ ചർച്ചിൽ ആരാധന നടക്കുമ്പോൾ വരുന്ന ജനത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് വല കീറാറായി. രണ്ടാമത്തെ വാക്ക്, ചർച്ചിനകത്ത് ആകെ കപ്പാസിറ്റി 25,000 ആണെങ്കിൽ 40,000 പേര് വന്നാൽ നമ്മൾ പറയും വള്ളമുങ്ങാറായി. ആമേ, വള്ളമുങ്ങാറായി. ഞാൻ നിങ്ങളുടെ ഒരു വാക്ക് പറയട്ടെ, ചർച്ചിനകത്ത് ലൈവ് വർഷിപ്പ് നടക്കുമ്പോൾ ആ ലൈവ് വർഷിപ്പിന് ആമേ ഇന്നിയേഴ്സ്, ആമേ ചെവിക്കകത്ത് ഇയർഫോൺ വെച്ച് ആമേ ആ വർഷിപ്പ് കൂടിക്കൊണ്ട് നമ്മുടെ ആളുകൾ റോട്ടിൽ നിന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് വാഹനം നിയന്ത്രിക്കുന്ന ദിവസങ്ങൾ ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ആ കരങ്ങളെ, come on, somebody. ആമേൻ. അതുപോലെ യേശുവിന്റെ നാമത്തിൽ ക്രൈസ്റ്റ് സെന്റർ, പ്ലീസ് റിസീവ് യുവർ ഡെലിവറൻസ്. വല കിറായി, വല. ഓ, ഇത് പോരാ, ശക്തിയോട് വല. വലക്കീറാറായി. ഹല്ലേലൂയ. വലക്കീറാറായി. പറ, വള്ളം. ഞാൻ ചോദിക്കട്ടെ, ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ പത്രോസ് ആ വല മാറിയേനെ. അപ്പൊ ഇതിനു മുമ്പ് ഒരിക്കലും നിറയാത്ത പോലെ ഇപ്പൊ നിറഞ്ഞു. ഹല്ലേലൂയ. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതിനേക്കാൾ കൂടുതൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വള്ളവും അദ്ദേഹം മാറിയേനെ. അപ്പൊ ഇതിനു മുമ്പ് ഒരിക്കൽ പോലും സംഭവിക്കാത്തത് ദൈവം ഇനി ചെയ്യാൻ പോകയാ. ഇത് പോരപ്പാ, ഇത് പോരാ. നന്നായി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ആ വള്ളത്തിനകത്ത് നിറയെ. ഇനി മലയാളികളുടെ ഏറ്റവും വലിയ സങ്കടം, ഇന്നാളും ഒരു മനുഷ്യനോട് ചോദിച്ചു, കർത്താവ് എന്നാ പണിയാ കാണിച്ചത്, ആ മീൻ എന്നാ ചെയ്തെന്ന് മാത്രം എഴുതിയില്ലല്ലോ എന്ന്. അവർക്കറിയേണ്ടത് ആ മീൻ വിറ്റ് പത്രോസ് എന്നെ. അതൊന്നും നിങ്ങൾക്ക് ഈ പുസ്തകത്തിന്റെ സ്വഭാവം മനസ്സിലായില്ലേ? ഇത് പത്രോസിന്റെ അസറ്റ്സിനെ കുറിച്ച് എഴുതുന്ന പുസ്തകമല്ല ഇത്. ഒരു പത്രോസിന്റെ അസറ്റ് ഈ പുസ്തകത്തിന് വിഷയമല്ല. എന്നിട്ട് കർത്താവ് ആ തിളങ്ങുന്ന മീൻ വള്ളത്തെ കടന്ന് പിടയ്ക്കുമ്പോൾ ഈ മനുഷ്യനോട് പറയാ, എൻ്റെ കൂടെ വാടാതെ. അയ്യോ, ആ മനുഷ്യൻ പറഞ്ഞു എന്നാന്നറിയോ, മീൻ കിട്ടുന്നതിന് മുമ്പ് വിളിച്ചിരുന്ന ഒറ്റച്ചാട്ടത്തിന് ഞാൻ വന്നേനെ. 10ാം ക്ലാസ് 7 കൊല്ലം എഴുതി തോറ്റു നിൽക്കുന്നതിനോട് കർത്താവിന്റെ വേലയെന്ന് പറയേണ്ട താമസം ബൈബിൾ കോളേജ് ചെല്ലും. വള്ളത്തിനകത്ത് നിറച്ചു മീൻ. ബൈബിളിനകത്തൊരു വാക്യം കിടപ്പുണ്ട്, അവൻ നിർബന്ധിച്ചു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ വാക്ക് ആണ്. ഇപ്പം ഞാൻ നിർബന്ധിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ല, അതുപോലെ നിർബന്ധിച്ചു. എപ്പോഴാണ് നിർബന്ധിച്ചെന്നറിയോ? അവൻ അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. ഇതിനു മുമ്പൊന്നും ഒരിക്കൽ പോലും കർത്താവ് നിർബന്ധിക്കാറുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും നാൾ നിർബന്ധിക്കേണ്ടാത്ത ഈ പുള്ളീനെ ഇവരെ ഇപ്പം നിർബന്ധിക്കേണ്ട വന്ന കാര്യം എന്താ? മറുപടി വളരെ സിമ്പിളാ. 12 പേരുടെ തലയിൽ ഓരോ കൊട്ട അപ്പം കയറി. വായിച്ചിട്ടില്ലേ? 12 കൊട്ട്. വെറുതെ നിന്നവനൊക്കെ ദൈവം അപ്പം കൊടുത്തു. ഇപ്പം നിർബന്ധിക്കേണ്ട ഗതികേട് വന്നു. പണ്ട് ഒറ്റ പ്രാർത്ഥന മുടക്കുകയായിരുന്നു, ഇപ്പൊ ഒറ്റ പ്രാർത്ഥനയ്ക്ക് വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആട് പ്രസവിക്കുമെന്ന് പറഞ്ഞു യോഗം മുടക്കുന്ന ആടുകൾ. ആ ആടാണ് യോഗം മുടക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ 3 ദിവസം പ്രസവിക്കാതെ നിന്നു. ഇവരുടെ യോഗം മുടക്കിയിട്ടുള്ളത്. നിങ്ങൾ ചിരിച്ചോ, പക്ഷെ ചിന്തിക്കാതിരിക്കരുത്. ചിരിച്ച പരിശുദ്ധാത്മാവ് ഇടം വിട്ടു പോകുന്നൊന്നും എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എവിടെയാ ദൈവം നമ്മളെ? നിങ്ങൾ ഇന്ന് നോക്ക്. എൻ്റെ 40 വർഷത്തിന് മുമ്പ് ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ഒരു അണലിപ്പാമ്പിൻ്റെ കടിയേറ്റ് പഴുത്ത് വീങ്ങി വീർത്ത് മുടിഞ്ഞ് മുക്കോണം എടുത്തൊരു വീടിനകത്തുനിന്ന് എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ 3 മക്കളും കൂടെ ഞങ്ങളുടെ നാട്ടിലുള്ളൊരു ചർച്ചിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവിടുത്തെ കുഞ്ഞ് ചർച്ചിൽ ചെന്നപ്പോൾ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ യോഗം കാത്തിരിപ്പ് യോഗമാണ്. ആരെയാ കാത്തിരിക്കുന്നത്? കോട്ടിട്ട് അമേരിക്കയിലെ സായിപ്പിനെ അല്ല കാത്തിരുന്നത്. അന്ന് കാത്തിരുന്നത് പരിശുദ്ധാത്മാവിനെയാ. ഹല്ലേലൂയ. ഇപ്പോ കാത്തിരിപ്പ് യോഗം ഇപ്പൊ കുത്തിയിരിപ്പ് യോഗമായി മാറിയത് എങ്ങനെയാ? കേട്ടില്ല. പണ്ടത്തെ കാത്തിരിപ്പ് യോഗം ഇപ്പൊ കുത്തിയിരിപ്പ് യോഗമായി. 6:45 കൊണ്ട് കസേര വെക്കും, 8:45 ഇത് എടുത്തുകൊണ്ട് പോകും. ഇതിനിടയ്ക്ക് എന്നാ സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല. കടന്ന് വല്ലാതെ അലയ്ക്കുമ്പോൾ പഴയ മാരുതി 800 വൈപ്പർ അടിക്കുന്ന പോലെ 2 ടാറ്റ. ഇതിൻ്റെ അപ്പുറത്തൊന്നും നടക്കാൻ പോകുന്നില്ല.
ഇല്ല. ചിന്തിക്ക്, എന്താ നമ്മൾ കാട്ടിക്കൂട്ടുന്നത്? എന്താ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്? പത്രോസ് പറഞ്ഞു, ഇവർ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ലഹരി പിടിച്ചവരല്ല. അപ്പൊ 1-ാം നൂറ്റാണ്ടിലെ ആരാധന എങ്ങനെയായിരുന്നു ചിന്തിച്ചേ എന്ന് പറഞ്ഞാൽ, വന്ന് നോക്കുന്ന 14 ഭാഷക്കാർ ഓർത്തത് ഇവർ ലഹരി പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ അവര് പിടിച്ചത് ലോകത്തിന്റെ ലഹരിയല്ല, അവരെ പിടിച്ചത് ആത്മാവിന്റെ ലഹരിയാ. ഞാൻ ഈ സഭയോട് പറയുന്നു, പരിശുദ്ധാത്മാവ് ഈ സഭയ്ക്കൊരു ലഹരി പോലെ നിൽക്കട്ടെ. തുടങ്ങുന്ന യോഗങ്ങൾ ആശീർവാദം പറയാൻ കഴിയാത്ത നിലകളിൽ ഒരു വലിയ റിവൈവലിലേക്ക്. Glory to God. Hey. Hallelujah. Hallelujah. പത്രോസിനെ വിളിച്ചുകൊണ്ട് വള്ളത്തിൽ നിന്നിറങ്ങി. ഇനി ഞാൻ മുമ്പോട്ട് പോയി. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസി, ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഫ്രീക്വൻസി അറിയാനാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. രണ്ടാമത്, ഈ മനുഷ്യൻ നിന്ന് കറങ്ങുക, കരം കൊടുക്കാൻ കാശില്ല. നിന്ന് കറങ്ങുമ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെന്ന ഒരു ചൂണ്ടയിടാവും. എനിക്ക് ആ വാക്യം വായിക്കുമ്പോൾ കർത്താവിനോട് വല്ലാത്ത സങ്കടവും ഇച്ചിരി പിണക്കവും ശകല അമർഷവും ഒക്കെ എൻ്റെ മനസ്സിനകത്തുണ്ട്. നിങ്ങൾ ആരോടും പറയണ്ട, രഹസ്യമാണ്. അതിൻ്റെ കാരണം, എല്ലാം വിട്ട് എന്നെ അനുഗമിക്കാൻ കർത്താവ് പറഞ്ഞു, പിന്നെ ചൂണ്ടയിടാൻ പറഞ്ഞത് തെറ്റായി പോയെന്ന എൻ്റെ വാദം. എല്ലാം വിട്ടേച്ച് എന്നെ അനുഗമിക്കാൻ പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ചൂണ്ടയിടാൻ പറഞ്ഞത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അല്ല, അന്നേരം എനിക്ക് വേറെ ഡൗട്ട്. വേറെ 11 ശിഷ്യന്മാരുണ്ടല്ലോ, ഈ അച്ചാച്ചന്മാരോട് ആരോടും കർത്താവ് ഇന്ന് വരെ ചൂണ്ടയിടാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഈ പത്രോസിനോട് മാത്രം ചൂണ്ടയിടാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താ? ചുമ്മാതെ നിങ്ങൾ വേണേ എടുത്താൽ മതി. എൻ്റെ ഉള്ളിൽ ചിന്തന, ഈ പുള്ളിക്കൊരു ശകലം വീണ്ടും വിചാരം കൂടുതലാണ്. ആർക്ക്? പത്രോസിന്. കാര്യം അമ്മായിയമ്മയ്ക്ക് പനി വന്നപ്പോലും BP കൂടുന്ന ആളായത്. എൻ്റെ ഉള്ളിലെ ചിന്ത, എല്ലാവരും കാണുന്ന വള്ളം പോക്കറ്റ് ഇടാൻ പറ്റുകയില്ല, എല്ലാവരും കാണുന്ന വല കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആരും കാണാതൊരു ചൂണ്ട പൊട്ടിച്ച് പുള്ളി ദേഹത്ത് എവിടെയോ തിരികിയിട്ടുണ്ട്. മനസ്സിലായില്ല? ആരും കാണാത്തൊരു ചൂണ്ടയും വെച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വന്ന് നിൽക്കുക. എന്നിട്ട് ആ ചൂണ്ടക്കിട്ട് അടിച്ചാ പാടുന്ന, എനിക്കായി കരുതാമെന്ന് ഒരച്ചവനെ. ചൂണ്ടക്കിട്ടായി അടികൊള്ളുന്ന കർത്താവ് പറഞ്ഞു, എടാ, എന്നെ കളിപ്പിക്കാൻ നീ ഉണ്ടാക്കിയ ആ ചൂണ്ടയും കൂടെ പൊട്ടാങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ദൈവത്തെ തോൽപ്പിക്കുന്ന മാനുഷികമായ കരുതലുകളുടെ അവസാനത്തെ കയറും പൊട്ടിക്കാമെങ്കിൽ ഇന്ന് രാത്രി വാഗ്ദത്തത്തിന്റെ പെരുമഴ നിന്റെ മേൽ വീഴും. നന്നായി കൈയടിച്ച് come on. Hallelujah. മതി, എനിക്ക് മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ. പത്രോസിനോട് ചൂണ്ടയിടാൻ പറഞ്ഞു. ദെക്കപ്പൊലി നാടിൻ്റെ 10 പട്ടണങ്ങൾ കഞ്ഞി കുടിക്കുന്ന 28 കിലോമീറ്റർ നീളമുള്ള 8 കിലോമീറ്റർ വീതിയുള്ള ഈ 4 പേരുകളാൽ അറിയപ്പെടുന്ന ഈ ഗലീല കടല്, തിബരിയാസ് കടല്, കിന്നരോത്ത് തടാകം, ഈ കടലിനകത്ത് ഒരു സമയത്ത് 4000 വള്ളം മീൻ പിടിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നില്ല? ഒരു സമയത്ത് 4000 വള്ളം. ഒരു വള്ളത്തിൽ നിന്ന് ഒരു ചൂണ്ട വെള്ളത്തിലോട്ടിട്ടാൽ വെള്ളത്തിനടി 4000 ചൂണ്ടയുണ്ട്. ഒരു വള്ളത്തിൽ നിന്ന് 2 ചൂണ്ട താഴോട്ട് ഇട്ടാൽ വെള്ളത്തിൻ്റെ അടിയിൽ 8000 ചൂണ്ടയുണ്ട്. ഇന്ന് രാത്രി ഞാൻ അറിയാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. 4000 ചൂണ്ടയ്ക്കകത്തുനിന്ന് പത്രോസിന്റെ ചൂണ്ടയെ കണ്ടുപിടിച്ച മീൻ എത്ര വലുതാ! ഇന്ന് രാത്രി നിങ്ങൾ എഴുതി വെച്ചോ, മനുഷ്യന്റെ ബുദ്ധിയെ തെറ്റിച്ചുകൊണ്ട് ചില വാഗ്ദത്തങ്ങൾ കേറി കൊത്തുമെന്ന് പറഞ്ഞാൽ യേശുവേ എന്ന് വിളിച്ചൊന്ന് ശക്തിയോടെ ആരാധിക്കാൻ 15ാമത്തെ ദിവസം. ഹല്ലേലൂയ. ആമേൻ. ആരും അറിഞ്ഞുകൊണ്ട്, സുരേഷ് ബാബു നിങ്ങളൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നത് 15ാം ദിവസമാണ്. അതെങ്ങനെ ഈ 15 എൻ്റെ തല വീഴുന്നെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ ഞാൻ കുറച്ച് മുമ്പ് അതാ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തോ വിടുതലുണ്ട്. കർത്താവ് എന്തോ ചെയ്യും. കര ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ആ 4000 ചൂണ്ടക്കിടയ്ക്കുന്ന ഈ ചൂണ്ട ഇനിയും അതാ അതിൻ്റെ വായിൽ ചതുർദ്രഹ്മപ്പണം
ഹല്ലേലൂയ. വലിച്ച് കരക്കിട്ടു. ദിദ്രമ തനിക്കും ദിദ്രമ യേശുവിന് ടാക്സ് കൊടുത്തു. ബാലൻസ് 0. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ദൈവത്തോട് അടുപ്പമില്ലാത്ത കാലത്ത് ഒരു വള്ളം മീൻ, അടുപ്പം കുറച്ചായി കഴിഞ്ഞപ്പോൾ മീൻ പിന്നെ മിച്ചമില്ല. എന്നെ കേട്ടില്ല? ഇത് നിങ്ങൾ ശരിക്കും ചെവിക്കകത്ത് ഈ ഒഴിച്ച് കേട്ടേച്ച് പോയാൽ മതി. വിശ്വാസത്തിൽ വരുന്ന ആഴ്ച പ്രാർത്ഥിച്ചാൽ ഒറ്റ വള്ളം മീൻ കിട്ടും. കാര്യം എന്നറിയോ? നീ നിന്ന് പോകാൻ വേണ്ടി ദൈവം ചെയ്യുന്നതാ. എന്നാ ബന്ധം വർദ്ധിക്കുമ്പോ കാര്യം എന്നറിയോ? ദൈവവും നീയും തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് മെറ്റീരിയൽ വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തമ്പുരാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലായിരിക്കും അല്ലേ? ഹേയ്, കാര്യം എന്നറിയോ? ഇതിനെ പ്രതി നീ കൈയടിക്കാൻ പാടില്ല. വള്ളത്തെ കിടത്ത് മീൻ കണ്ടോണ്ട് നീ ഡാൻസ് കളിക്കാൻ പാടില്ല. കൈ ഒന്നുമില്ലേലും സ്വോത്രം ചെയ്യണം. കണ്ടോ? ഇനി എനിക്ക് ദൂതിനകത്തോട്ട് എൻട്രി ചെയ്യാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഇതാണ് പത്രോസിന്റെ. ഈ മനുഷ്യനൊരു ഒരു വേറിട്ട മനുഷ്യനാണ്. ഇവരോട് വള്ളത്തെ കയറി അക്കരെ, എന്നെ എല്ലാവരും കേട്ടിരിക്കണേ, പ്രാർത്ഥിച്ചോണ്ടിരിക്കാവോ പ്ലീസ്. അക്കരയ്ക്ക് പോകാൻ കർത്താവ് പറയുന്നു. അക്കരയ്ക്ക് പോകാൻ കർത്താവ് പറയുന്നു. ഇവര് കർത്താവിനെ വള്ളത്തെ കയറാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ എന്നെ കേട്ടില്ല അല്ലേ? നിങ്ങൾ എന്നെ കേട്ടില്ല. കർത്താവെ, നീ ഞങ്ങളുടെ കൂടെ വള്ളത്തെ കയറണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, നിർബന്ധിക്കുന്നില്ല. എന്താ അതിന്റെ കാരണം? ഗലീലക്കടല് ഇവരൊരു 50,000 പ്രാവശ്യം ക്രോസ് ചെയ്തിട്ടുള്ളതാ. കർത്താവില്ലാതെ ഇത്രയും നാളും ക്രോസ് ചെയ്തത്. അല്ലെലിയടക്ക് ഒരു പരാധീനതയെ. കർത്താവില്ലാതെ അവർ ഇത്രയും നാളും ഈ ഗലീലക്കടല് ക്രോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ പത്രോസും അന്ത്രേസും കൂടെ പറഞ്ഞു, കർത്താവ് ഇവിടെ നിന്നോട്ടെ, അവിടെ ഇങ്ങനെ മയങ്ങുമോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യട്ടെ, നമുക്ക് അക്കരയ്ക്ക് പോകാം. കാര്യം എന്നാ? ഞങ്ങൾ അക്കരയ്ക്ക് പോയിട്ടുണ്ടല്ലോ. പക്ഷെ പത്രോസേ, അച്ചാച്ചാ, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. കാര്യം എന്നറിയോ? അന്ന് നീ മീൻ പിടിക്കാൻ പോയതാ, ഇന്ന് നീ ആത്മാവിനെ പിടിക്കാൻ പോവാ. പ്രശ്നം വേറെയാ. നിന്റെ ലക്ഷ്യം, നിന്റെ ദൗത്യം വേറെയായാൽ ഇന്നലെ വരെ നിന്നോട് വിഘടിക്കാത്ത കടൽ നിന്നോട് വിഘടിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന ചില ആളുകൾ ചില പ്രത്യേക സമയത്ത് നമ്മളോട് വല്ലാതെ പെരുമാറുന്ന കണ്ടിട്ടില്ലേ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിയോഗത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ, ഞാൻ പുസ്തകത്തിൽ തെളിയിച്ചു തരാം, വിത്ത് പ്രൂഫ് ഞാൻ തരാം. ഈ മോശ നല്ലൊരു ഗുണ്ടയായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. കാര്യം, ഒറ്റ ഇടിക്ക് ഒരുത്തനെ പകുതി മണ്ണിനടി താക്കണമെങ്കിൽ ആ ഇടിയുടെ പവർ എന്ന് ആലോചിച്ച് വയ്ക്ക്. ഒരിടി കൊടുത്തപ്പോൾ പകുതി മണ്ണിനടിച്ചെന്ന് 3 തൂമ്പ മണ്ണൂടെ ഇട്ടപ്പോൾ ശവാടൊക്കെ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച ആ ഇടിയുടെ വെയിറ്റ് എന്നാ? ഭയങ്കര സുന്ദരൻ അഭ്യാസല്ലേ? ഈ പരുവത്തിൽ ഈ മനുഷ്യൻ ഈ ജനത്തെ കൊണ്ടുപോയാൽ കനാൻ നാട്ടിൽ ചെല്ലുമ്പോൾ വഴിയിലെല്ലാം കുരിശ് മാത്രമേ കാണുള്ളൂ, ആളുകൾ കൂടെ കാണുകയില്ല. കാര്യം എതിർക്കുന്നവനെല്ലാം തല്ലിക്കൊന്ന് ട്രെയിൻ പാളത്തിന് ക്രോസ് കോൺക്രീറ്റ് ഇടുന്ന പോലെ ഇട്ടിട്ട് ഈ മനുഷ്യൻ പോകും. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഇത്ര പവർഫുൾ മനുഷ്യനാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കാര്യം ചേട്ടാ. ഹല്ലേലൂയ, ആമേൻ. ഞാൻ അതിനകത്തുനിന്നൊരു പാഠം പഠിച്ചു. ഇസ്രായേലിനും മിസ്രൈമിനും തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് കയറിക്കോ വലിയ കുഴപ്പമുണ്ടാകില്ല. പക്ഷേ 2 ഇസ്രായേലിൽ വഴക്ക് പിടിക്കുന്നതിനിടയ്ക്ക് കയറരുത്. അവരവിടെ നിൽക്കും, നീ ഓടി. മോശ ഓടി. ആ മനുഷ്യൻ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഓടി ചെല്ലുന്നത് യിത്രോവിന്റെ ആടിനെ മേയ്ക്കാനാണ്. കൊഴിഞ്ഞു വീണ രോമത്തിനും ചത്തു വീണ ആടിനെയും മനുഷ്യൻ കണക്ക് പറഞ്ഞു. ദേഷ്യം വന്നപ്പോൾ യിത്രോ ഈ മനുഷ്യന്റെ, നമ്മുടെ നാട്ടുഭാഷ ഉപയോഗിക്കുക, ക്ഷമിക്കണേ, കാരണക്കുറ്റിക്കൊണ്ട് ഒറ്റ അടി കൊടുത്തു. അടി മേടിച്ചുകൊണ്ട് ഇങ്ങനെ കുനിഞ്ഞു വെച്ച് മോശ മനസ്സിൽ പറഞ്ഞു, എൻ്റെ പൊന്നമ്മയ്യപ്പ, ഞാൻ എൻ്റെ കൈയെങ്ങാനും പൊക്കിയാൽ. നേരെ പറയാൻ പറ്റില്ല, കുനിഞ്ഞൊന്നുകൊണ്ട് പറയാ. കാര്യം, ഈ മനുഷ്യൻ ഈ അമ്മായിയപ്പനെ അടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ചത്തുപോയ മനുഷ്യൻ. പക്ഷെ ഇയാൾ അനങ്ങിയില്ല. കാര്യം എന്നറിയോ? വേറെ ജോലി കിട്ടാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട്. ഹല്ലേലൂയ. ഞാൻ ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരനോട് പറയും, എടാ, ഇടയ്ക്കെങ്കിലും ഒക്കെ ലീവ് എടുത്ത് യോഗത്തിന് വടാ. അന്നേരം അവൻ പറയും, എനിക്ക് ജോലിക്ക് പോകാൻ ഒരാഗ്രഹമില്ല, പട്ടിണി കിടക്കണ്ടല്ലോ എന്നോർത്ത് മാത്രം പോകുന്നതെന്ന്.
മനസ്സിലായോ? ഈ മനുഷ്യൻ അമ്മായിയപ്പൻ വല്ലാതെ ഉപദ്രവിക്കുമ്പോൾ ഈ മനുഷ്യൻ തിരിച്ചൊന്നും പറയുന്നില്ല. ഇനി ഈ മനുഷ്യൻ ഇടയനാ. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഒരു ഇടയന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? സ്നേക്ക് ബൈറ്റ് ആണ് ഇവന്റെ ഏറ്റവും വലിയ പോരാട്ടം. കാര്യം ആടിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് പാമ്പാണ്. അപ്പൊ ഞാൻ ആ ഇടയശാസ്ത്രം വായിച്ചപ്പോൾ ഒരു സീസണിൽ 100 കണക്കിന് പാമ്പിനെ കരുണ കൂടാതെ തല്ലിക്കൊല്ലും. നമ്മുടെ ബാബാ സുരേഷിനെ പോലെ മോശയ്ക്ക് അത് അതിഥിയൊന്നുമല്ല. വലിച്ചോറ് ഒറ്റയടി കൊടുക്കും, പാമ്പ് പിന്നെ ഈ ഭൂമി കാണുകയല്ല. കാര്യം നമ്മുടെ സിസ്റ്റത്തിൽ അത് അതിഥിയായിരിക്കും, പക്ഷെ മോശയ്ക്ക് അത് അതിഥിയല്ല. മോശയ്ക്ക് അത് വലിയ പ്രശ്നമാണ്. കാര്യം പാമ്പിനെ കൊന്ന പ്രശ്നമില്ല, ആട് ചത്താൽ അമ്മായിപ്പൻ അടിക്കും, അതാ വിഷയം. അതുകൊണ്ട് 100 കണക്കിന് പാമ്പിനെ നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ പടവാക്കിയാണ് മോശ മിനിസ്റ്റർ ചെയ്തത്. പക്ഷെ എനിക്ക് സ്വീകരിക്കാൻ മേലാത്തൊരു കാര്യം എന്നറിയോ? 100 കണക്കിന് ഫണം വിരിച്ച പാമ്പിനെ തല്ലിക്കൊന്ന പുള്ളി ആമേ ഹോരേബിന്റെ മേളിൽ വെച്ച് അവന്റെ കയ്യിലിരുന്ന വടി താഴോട്ടിട്ട് പാമ്പായപ്പോ പ്രാണനും കൊണ്ട് ഓടിയത് കണ്ടായിരുന്നോ? ഞാനങ്ങ് വെപ്രോളം പിടിച്ചു. 10,000 പാമ്പിനെ കൊത്ത ഈ മനുഷ്യൻ ഒരു പാമ്പിനെ കാണുമ്പോൾ ജീവനും കൊണ്ട് ഓടുക. ഞാൻ മോശയോട് ചോദിച്ചു, അങ്ങക്ക് നാണമുണ്ടോ? അങ്ങ് എത്ര, നിങ്ങൾ എന്നോട് ദൂതനകത്ത് വാ, അങ്ങ് എത്ര പാമ്പിനെ കൊന്നതാങ്കളെ, എന്തിനാ ഈ ഓട്ടം ഓടുന്ന? മോശ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചൊറിഞ്ഞു, സുഭാഷേ എനിക്ക് പാമ്പിനെ പണ്ടും പേടിയില്ല, എനിക്ക് പാമ്പിനെ ഇപ്പോഴും പേടിയില്ല. പക്ഷെ ഈ വടി കണ്ടപ്പോൾ ഞാൻ ഓടിയത് എന്നാണെന്നറിയോ? 40 വർഷം ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്ന വടിയാത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? പലപ്പോഴും നമ്മളെ വലയ്ക്കുന്നത് വൈകാരികമായ നമ്മുടെ മനസ്സിൻ്റെ ഇളക്കങ്ങളാണ്. ഒരിക്കലും ഈ വടി മോശയ്ക്കെതിരെ വരുമെന്ന് മോശ ചിന്തിച്ചിട്ടില്ല. പക്ഷെ മോശെ നീ നിയോഗത്തിലേക്ക് കാലുവെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാത്തവർ, നിന്റെ സ്വപ്നത്തിൽ പോലും നീ ചിന്തിക്കാത്തവർ, അത് അവരുടെ കുറ്റമല്ല, അത് നിന്റെ നിയോഗത്തിന്റെ പവറാത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ? യോഹന്നാൻ 14, നിങ്ങൾ എന്നോട് കൂടി ഉണ്ടോ? മടുത്തോ? ഇല്ല. യോഹന്നാൻ 14:1 എടുക്കണ്ട. നിങ്ങളുടെ ഹൃദയം എന്നാ 13:21 തന്നെ. 13:21 ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. തകർത്തു. 13:21 യേശു കലങ്ങി വെച്ചു. 14:1 നമ്മളോട് പറയാം നിങ്ങൾ കലങ്ങരുതെന്ന്. ഞാൻ പറഞ്ഞ വാക്യത്തിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? മക്കളെ ഇതേ കാണിക്കുന്നു. ഉണ്ടല്ലോ. 13:20 ഇത് പറഞ്ഞിട്ട് യേശുവിന്റെ ഉള്ളം കലങ്ങി. സംശയമുണ്ടോ? എൻ്റെ ദൈവമേ ഒന്ന് മൂളുവെങ്കിലും ചെയ്യ്. ആയിക്കോട്ടെ. സംശയമുണ്ടോ? യേശുവിന്റെ ഉള്ളം കലങ്ങിയില്ലേ? 14:1 വായിച്ചേ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. 13:21 നിന്ന് കലങ്ങി വെച്ച് 14:1 നമ്മളോട് പറയാ കലങ്ങരുത് കേട്ടാ. ഞാൻ യേശുവിനോട് ചോദിച്ചു, അങ്ങ് എന്തിനാ കലങ്ങിയത്? 13:21 താഴോട്ട് വായിച്ചാൽ മതി. യൂദ ഒറ്റിയത് കൊണ്ട്. വായിച്ചേ താഴോട്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ അല്ല, അടുത്ത് അങ്ങോട്ട് പോടെ. 13:22 വായിക്കേ. ഇത് ആരെ കുറിച്ച് പറയുന്നെന്ന് ശിഷ്യന്മാർ സംശയിച്ചു തമ്മിൽ നോക്കി. ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിന്റെ മാർവടത്തെ ചാരിക്കൊണ്ട് നെഞ്ചത്ത് ചാഞ്ഞു കിടക്കുന്നവന് ഒറ്റിയപ്പോ ഉണ്ടല്ലോ യേശു കലങ്ങിപ്പോയെന്ന്. യേശുവിന് ജനിക്കുന്നതിന് മുമ്പ് അറിയാം താൻ ഒറ്റിനാൽ പിടിക്കപ്പെടുമെന്ന് അറിയാം. എന്നിട്ടും ഈ യൂദായ ഒറ്റുന്നെന്നും യേശുവിനറിയാം. കാര്യം യേശു കെട്ടിപ്പിടിച്ച് ചെവിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. നാട്ടുകാർ കേൾക്ക ചോദിച്ചില്ല, ചെവി ചോദിച്ചു, മക്കളെ ഒറ്റുവാണോടാ എന്ന് ചോദിച്ചു. അന്നേരം ആളുകൾ വിചാരിച്ചതെന്നറിയാം, ഈ ചാരിറ്റി ഇദ്ദേഹം ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹം വേറെ വല്ല കാര്യം ചോദിക്കുമായിരിക്കും ഓർത്ത് അവർ അവിടെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ യേശു ചോദിച്ച മക്കൾ എന്നെ ഒറ്റുവാണോടാ എന്നാ ചോദിച്ചത്. അതുപോലും നാട്ടുകാർ കേൾക്ക യേശു പറഞ്ഞില്ല. യേശുവിൻ്റെ മനസ്സ്. നമ്മളാണെങ്കിൽ സ്തോത്രം അയ്യോ ലൈക്കടിച്ച് ചിലരുടെയൊക്കെ വിരൽ ഒട്ടകത്തിൻ്റെ മുട്ട് പോലെ ആയിരിക്കുന്നത്. വരുന്ന കണ്ടതിനും കടിയതിനും എല്ലാം ലൈക്കടിച്ച് കൈയുടെ അറ്റം ഇങ്ങനെ ഒട്ടകമുട്ട് പോലെ വീർത്തിരിക്കുക. ലൈക്കോട് ലൈക്കാ, കൈയടിക്കുകയല്ല, ലൈക്കടിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ നോക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നെഞ്ചത്ത് ചാരിയിരിക്കുന്നവന് ഒറ്റിയപ്പോൾ യേശുവിൻ്റെ മനസ്സിളകി പോയി. മുമ്പോട്ട് വരട്ടെ. ഈ പത്രോസ് എന്നോട് കൂടെ നിൽക്കണേ. ശകലം അത്യാവശ്യം പറയാനാണ് ഞാൻ ഈ വരുന്നത്. പത്രോസും കൂട്ടരും എല്ലാം വള്ളത്തെ കയറി. യേശു പറഞ്ഞു നിങ്ങൾ അക്കരയ്ക്ക് പോ. അവർ വള്ളത്തെ കയറി അക്കരയ്ക്ക് പോയി. 3 യാമങ്ങളും വൻതിരയാൽ മുങ്ങുമാരായി വലഞ്ഞിടുമ്പോ 3 യാമങ്ങളും വൻതിരയാൽ മുങ്ങുമാരായി
വലഞ്ഞിടുമ്പോൾ മുറ്റും കാടലിന്മീതെ നാലാം യാമത്തിൽ ഉറ്റ സഖിയേശു വന്നിടും തീർച്ചയായി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? കേട്ടായിരുന്നോ? 3 യാമങ്ങളും വൻതിരയാൽ മുങ്ങുമാരായി വലഞ്ഞിടുമ്പോൾ മുറ്റും കാടലിന്മീതെ നാലാം യാമത്തിൽ ഉറ്റ സഖിയേശു വന്നിടും തീർച്ചയായി. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ എന്ന് പറഞ്ഞാൽ 3 യാമങ്ങൾ എന്നോട് കൂടെ നിൽക്കണേ. തണ്ട് വലിച്ചു വരും വലഞ്ഞു. ഒരു രാത്രിക്ക് 4 യാമം. സന്ധ്യായാമം, പാതിരാത്രിയാമം, കോഴി കൂവുന്ന യാമം, പ്രഭാതയാമം. ഒരു യാമത്തിന് 3 മണിക്കൂർ. അങ്ങനെ 12 മണിക്കൂറാണ് ഒരു രാത്രി. ഇതിനകത്ത് 3 യാമങ്ങൾ തണ്ട് വലിച്ചു വലഞ്ഞു. എന്നെ കേൾക്കുന്നവർ എത്ര പേരുണ്ട്? യേശു ചെന്നില്ല. 4-ാം യാമത്തിലാണ് യേശു ചെല്ലുന്നത്. കണക്ക് വെച്ച് 10-ാമത്തെ മണിക്കൂർ. എന്റെ ചോദ്യം, ദൈവം ചെല്ലാത്ത 9 മണിക്കൂർ, ദൈവം ചെന്ന 10-ാമത്തെ മണിക്കൂർ. പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത്, തമ്പുരാനെ കാണാനുമില്ല, തമ്പുരാൻ ചെന്നിട്ടുമില്ല. പക്ഷെ 9 മണിക്കൂർ വള്ളം മുങ്ങിയിട്ടുമില്ല. നിങ്ങൾ ദൈവത്തെ കുറിച്ച് നടത്തിയ സ്റ്റഡി 10-ാമത്തെ മണിക്കൂർ മുതൽ അവൻ എന്റെ കൂടെ ഉണ്ടെന്ന അല്ല. 1-ാം യാമം തൊട്ട് അവൻ കടലിനെ ചവിട്ടി പിടിച്ചിരിക്കുക. നിന്റെ നേരെ വന്ന ചില വിഷയങ്ങൾ നിന്നെ തകർക്കാത്തത് തമ്പുരാൻ അതിനെ ഹൈജാക്ക് ചെയ്തോണ്ടാ. നിങ്ങളുടെ അകത്തത് എത്തിയെന്ന എൻ്റെ ഉള്ളിലെ ചിന്ത. മറഞ്ഞിരുന്ന് എന്നെ പരിപാലിക്കുന്ന ദൈവം. പത്രത്തിൽ വായിച്ചിട്ടില്ലേ? ആമേൻ. ബൈക്കിൽ നിന്ന് ഒരാൾ മറിഞ്ഞു വീണു, ബ്ലീഡിങ് ഉണ്ടായി, 1/2 മണിക്കൂർ റോട്ടിൽ കിടന്നു, ആള് മരിച്ചുപോയി. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആരോ ഒരാളെ വെട്ടി ചോര വാർന്നു, 5 മിനിറ്റൂടെ മുമ്പേ കൊണ്ടുവന്ന് രക്ഷിക്കാമായിരുന്നു എന്ന് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷേ ഒരു സ്ത്രീയെ 12 വർഷം പിശാച് അവളുടെ രക്തം ഊറ്റിയിട്ട് അവൾ മരിച്ചില്ലല്ലോ. അപ്പൊ ദൈവത്തിന് വേണ്ട ചിലരുണ്ട്, അവരുടെ പുറകെ പിശാച് എത്ര നടന്നാലും അവരെ തൊടാൻ പറ്റുകയില്ല. എന്റെ ദൈവമേ, ഒന്ന് നല്ലായിട്ട് ഇന്ന് രാത്രി എഴുതി വെച്ചോ, മറഞ്ഞിരുന്ന് നിന്റെ കുടുംബത്തെ മുങ്ങാതെ സൂക്ഷിക്കുന്ന ദൈവം. ശ്രദ്ധിച്ചോണം. ഇനിയാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ ആഴത്തിൽ വേണ്ടത്. 10-ാമത്തെ മണിക്കൂർ യേശു വള്ളത്തിന്റെ മേളിൽ കൂടെ നടന്നു ചെല്ലുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേ. ഓർഗം വായിക്കുന്ന മോനെന്തി കൊച്ചൻ്റെ കൂടെ നിൽക്കാവോ കുറച്ചു നേരം പ്ലീസ്? ആമേ. 10-ാമത്തെ മണിക്കൂർ യേശു നടന്നു ചെല്ലുന്നു കാണുമ്പോ പത്രോസ് വള്ളത്തിൽ നിന്ന് വിളിച്ചോ, ഭൂതം! ഒറ്റ പറച്ചിലാണ്, ഭൂതം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യേശു അതിനോട് പ്രതികരിക്കുന്നുണ്ടോ? എത്ര സിമ്പിളായിട്ടാ. യേശു പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ, ഭൂതമല്ല, ഞാനാ കർത്താവാന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോട് ഒന്ന് കുത്തി ഇളക്കാൻ നോക്കാം. കർത്താവേ, എന്നാലും നിന്റെ മുഖത്ത് നോക്കി ഭൂതം ഒന്ന് വിളിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കർത്താവ് പറഞ്ഞു, എനിക്ക് സഹിക്കാമല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ ആരോ മനസ്സറിയാതെ പറഞ്ഞ ചില വാക്കുകളെ നിങ്ങൾ മനഃപൂർവ്വമായി അവോയ്ഡ് ചെയ്യണം. പറയുന്നവർക്ക് ബോധമില്ലെങ്കിലും കേൾക്കുന്ന നിനക്ക് അഭിഷേകമുണ്ടല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ യേശുവിനോട് ചോദിച്ചു, നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, ഇപ്പം ഞാൻ പ്രസംഗിക്കാൻ കയറി വരുമ്പോൾ മൈക്കും പിടിച്ചോണ്ട് ഒരാൾ ഇവിടെ നിന്ന് പറയാം ഭൂതം വരുന്നുണ്ട് എന്ന് പറഞ്ഞുള്ള എൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
തകർന്നു പോകത്തില്ലേ? യേശുവിന്റെ മുഖത്ത് നോക്കി വെച്ചാൽ പറഞ്ഞു ആണ്ട ഭൂതം വരുന്നെന്ന് പറയും. യേശു സിമ്പിളായിട്ട് പറഞ്ഞു ഭൂതമല്ല ഇത് ഞാനാ. ഞാൻ യേശുവിനോട് ചോദിച്ചു എന്താ പ്രതികരിക്കാൻ? യേശു പറഞ്ഞ മറുപടി കേൾക്കണോ? ഞാൻ ഭൂതം അല്ലാത്തത് കൊണ്ട്. ഈ നമ്മൾ ഈ വേണ്ടാത്തനൊക്കെ ഏറ്റുപിടിക്കുന്ന എന്നാന്നറിയോ? ഏതാണ്ടൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാ. ഹല്ലേലൂയ. പണ്ട് സ്കൂളിൽ നിന്ന് റിസൾട്ട് നോക്കി വെച്ച് വന്ന് കൊച്ചിനോട് ചോദിച്ചു ജയിച്ചോടാ പ്രീതി തോറ്റു, ജയിച്ചോടാ അനൂപ് തോറ്റു, ജയിച്ചോടാ അഭിലാഷ് തോറ്റു. എടാ നീ ജയിച്ചോ? ഞാൻ എപ്പോഴും തോറ്റു. വേണ്ട, എന്റെ തോൽവി എനിക്ക് തോറ്റവരുടെ ലിസ്റ്റ് എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുക. യേശു സിമ്പിളായിട്ട് പറഞ്ഞു, എന്നോട് കൂടെ പറഞ്ഞേ ഞാൻ ഭൂതല്ലേ യേശു. ഓ പെട്ടെന്ന് ഈ പത്രോസ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഇങ്ങനെ പ്ലേറ്റ് തിരിച്ചിടാൻ ഒരു മിടുക്കൻ. പെട്ടെന്ന് പുള്ളി ആത്മാവിലായി ചോദിക്കുക, യേശു ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ? കൂടെ വാ, കൂടെ വാ, ആത്മാവിൽ വാ. യേശു ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് പറ വരട്ടെ. പത്രോസിനോട് ചോദ്യം, നീ നിൽക്കുന്നത് എവിടെയാ? വള്ളത്തിൽ. യേശു നിൽക്കുന്നത് എവിടെയാ? കടലിൽ. വള്ളത്തെ നിൽക്കുന്നവൻ കടലിലോട്ട് വരട്ടെ. എന്നെ ഭ്രാന്ത് പിടിച്ച ചോദ്യമായത്. ഞാൻ പത്രോസിനോട് അങ്ങക്ക് എന്താ കുഴപ്പം? പത്രോസ് പറഞ്ഞ മറുപടി കേൾക്കണോ? യേശു ഇല്ലാത്ത പടകിനേക്കാൾ നല്ലത് യേശു നിൽക്കുന്ന കടലാ. ഒന്ന് വൃത്തിയായിട്ട് യേശു ഇല്ലാത്ത വള്ളത്തേക്കാൾ നല്ലത്. ഓ ഓ ഓ ഇനി നമ്മുടെ ദൂതിലോട്ട് കയറാൻ 1-2 കാര്യം കൂടെ വേണം. പത്രോസ് യേശുവാന്ന് പറഞ്ഞപ്പോ 9 മണിക്കൂറത്തെ പ്രാർത്ഥനാ വിഷയം മാറ്റി. 9 മണിക്കൂർ എന്നാ പ്രാർത്ഥിച്ചത്? തിരമാല. 9 മണിക്കൂർ എന്നാ പ്രാർത്ഥിച്ചത്? കാറ്റ്. ഇപ്പോഴത്തെ പ്രാർത്ഥന എന്നാ? തിരമാലയും പ്രാർത്ഥനയ്ക്കകത്തില്ല, കാറ്റും ഇല്ല. ഇപ്പോഴത്തെ പ്രാർത്ഥന എന്നറിയോ? നിന്റെ അടുത്തോട്ട് വന്നാൽ മതി. അതിന്റെ അർത്ഥം എന്നറിയോ? നിങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചോ, ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം അവന്റെ ചോട്ടിൽ നിന്ന് മാറിയതാ. മനസ്സിലായില്ല? അവന്റെ റേഞ്ചിന്റെ പുറത്തു പോയതാ. പത്രോസിന്റെ പ്രാർത്ഥന കാറ്റ് ഒതുങ്ങണമല്ല. നീ എന്റെ കൂടെ ഉണ്ട്, എനിക്ക് കാറ്റ് പ്രോബ്ലം അല്ല. ഇനി നമ്മുടെ കുറിവാക്യത്തിലോട്ട് വന്നേ. യേശുവിനോട് പത്രോസ് പറഞ്ഞ എന്നാ? നീ എവിടെ പോകുന്ന കാര്യം? നീ ഇല്ലാതെ 9 മണിക്കൂർ പോയതിന്റെ ഞാൻ അനുഭവിച്ചതാ. അതുകൊണ്ട് നീ എന്റെ ചോട്ടിൽ നിന്ന് മാറുന്നു. 1 മിനിറ്റും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നോട് കൂടെ ഇല്ലല്ലേ? നീ എന്റെ കൂടെ ഇല്ലാത്ത 1 സെക്കൻഡ് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അന്ത്രയോസിന് പറ്റുമെന്നേ, ഫിലിപ്പോസിന് പറ്റും, പക്ഷേ എനിക്ക് പറ്റുകയില്ല. നിർബന്ധം പിടിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സോടുകൂടെ നിന്ന് പിടിക്കുക പത്രോസ്. അപ്പ എനിക്ക് നിന്റെ കൂടെ വരണം അപ്പ. ഇനി എന്റെ പ്രശ്നം മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ മരിക്കുന്നത് വരെയെങ്കിലും എനിക്ക് നിന്റെ കൂടെ നിൽക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി എന്നെ ശ്രദ്ധിക്കേണ്ടത്. അതിന് യേശു പറഞ്ഞു, മക്കളെ നീ ഇപ്പൊ എന്റെ കൂടെ വരണമെന്നൊക്കെ പറഞ്ഞ് വൈകാരികമായിട്ടാ. പക്ഷേ ഞാൻ പോകുന്ന ഏറിയ 5 അപ്പം കയ്യിലെടുത്ത് വാഴ്ത്തുന്ന ഏറിയ അല്ല ഇപ്പൊ പോകാൻ പോകുന്നത്. ലാസറിനെ ഉയർപ്പിക്കുന്ന സ്ഥലത്ത് എറിയാനെടുത്ത കല്ല് താഴെ വീണു ലാസർ ഉയർത്തപ്പോ. പക്ഷെ ഇപ്പൊ പോകുന്ന ഏറിയ ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവാ. കൂടെ ഇല്ല, ഇതൊക്കെ ആരോട് പറയാനാ? ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവാ. പത്രോസേ, നിനക്ക് എന്റെ ഒപ്പം ഇപ്പം വരാൻ പറ്റുകയില്ല. ഇപ്പം വന്നാൽ നീ കുഴയും. നിങ്ങൾ കേട്ടില്ല? ഇപ്പം വന്നാൽ നീ കുഴയും. പക്ഷെ ഞാൻ ഇപ്പൊ പോകുന്ന ഏറിയയിൽ നീ പിന്നെ വരും. ഏതാ ഈ പിന്നെ? ആത്മാവ് ഇറങ്ങിക്കഴിയുമ്പോൾ നിനക്ക് അവിടെ വരാം. നിങ്ങൾ കേട്ടില്ല? അതിന്റെ അർത്ഥം എന്നാന്നറിയോ? ഒരു സഭയുടെ കൂടെ നിൽക്കാൻ രജിസ്റ്ററിലെ പേര് പോരാ. ഞാൻ വിശ്വസിക്കുന്നില്ല, ആമേൻ, ആരോടെങ്കിലുള്ള നിങ്ങളുടെ വൈകാരികമായ അടുപ്പം കൊണ്ട് ഒരു ഉണർവിന്റെ കൂടെ നിൽക്കാൻ പറ്റുകയില്ല. ഇതിന്റെ കൂടെ നിൽക്കണേ പരിശുദ്ധാത്മാവ് വേണം. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? പ്ലീസ് പ്ലീസ്, ആരും പോവല്ലേ. എനിക്കൊരു 2 മിനിറ്റ് മതി, 2 മിനിറ്റ് മതി. എൻ്റെ ദൈവമക്കൾ എന്നെ ആഴമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ വളരെ വളരെ ഗൗരവമായിട്ട് പറയാം, ഞങ്ങളുടെ സഭ, ക്രൈസ്റ്റ് സെന്റർ, ഞങ്ങളുടെ പാസ്റ്റർ, അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവമക്കൾ, ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങളുടെ ചർച്ച്,
അതിനകത്തൊക്കെ നിങ്ങൾ അഭിമാനിച്ചു. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സഭ നിയോഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വൈകാരികമായി സഭയുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിന്നാൽ പത്രോസിനെ പോലെ നിങ്ങൾ പ്രാകേണ്ടി വരും. നിൽക്കേണ്ടത് ആത്മാവിന്റെ ബലത്തിലായിരിക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ക്രൈസ്റ്റ് സെന്ററിൽ ഞാൻ നിൽക്കുന്നത് വൈകാരികമായിട്ടല്ല, ഹോളി സ്പിരിറ്റിന്റെ നിയോഗത്തിൽ ഞാൻ നിൽക്കുകയാ. ദയവായിട്ട് all of you please close your eyes. എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ചേച്ച്. എനിക്കറിയില്ല, ഞാൻ ഇന്ന് രാത്രി ഒരു ഭയങ്കര ഗ്ലോറി ചർച്ചിനകത്ത് ഞാൻ ദർശിക്കുന്നുണ്ട്. എന്തെല്ലാം സംഭവിച്ചാലും ഈ നിയോഗത്തിൽ നിന്ന് മാറാത്ത ചിലതിനെ ആത്മാവിൽ പുതപ്പിച്ച് ദൈവം നിർത്താൻ പോകുകയാ.